നമസ്കാരം. ആ മിസ് യു നീൽഗിയുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നതും ആ ശബ്ദം അവരെ തടസ്സപ്പെടുത്തുകയാണ്. ഏ യു, എത്ര ധൈര്യമുണ്ടായിട്ടാണ് ഒരു അപരിചിതനെയും കൊണ്ട് ഇവിടേക്ക് കടക്കാൻ നിനക്ക് കഴിഞ്ഞത്? ആ ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ ചോദ്യം ഒഴിവാക്കാനായിട്ടാണ് അവൾ യഥാർത്ഥത്തിൽ ആ ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞത്. പക്ഷേ അതിവേഗതയിൽ ആ ടീം യുവിന്റെ മുന്നിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. അവിടെ മുന്നിലേക്ക് ഓടിക്കേറിയ ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ നേതാവെന്ന് തോന്നുന്ന ആളെ നോക്കി യു വ്യക്തമായി ഒരു കാര്യം പറഞ്ഞു. സിസ്റ്റർ ഫെങ്, ഇത് മിസ്റ്റർ നീൽഗിരി, ഇദ്ദേഹത്തെ മാസ്റ്റർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഹേയ് യു, നീ എന്താ ഈ പറയുന്നത്? മാസ്റ്റർ സെക്ലൂഷനിലാണ്. മാസ്റ്ററെ അങ്ങനെ ആരും ഈ സമയത്ത് കണ്ടിട്ടുണ്ടാവില്ല. മാസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞ് നീ ഒരു അപരിചിതനെ, പ്രത്യേകിച്ചും ഒരു പുരുഷനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്. ആരാ അതിനുള്ള അധികാരം നിനക്ക് നൽകിയത്? സെക്ഷൻ മാസ്റ്റർ നിന്നോടൊരു താല്പര്യം കാണിക്കുന്നു എന്ന് കരുതി എല്ലാ അധികാരവും നിനക്കാണെന്ന് നീ ധരിച്ചു. ഫെങ് എന്ന് വിളിക്കപ്പെട്ട ആ സിസ്റ്റർ അങ്ങനെ പറഞ്ഞപ്പോ യു ഫെങ്ങിനോട് പറഞ്ഞു, സിസ്റ്റർ ഫെങ്, അങ്ങനെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ ആരുടെയും അധികാരത്തിൽ കടന്നു കയറുന്ന ആളല്ല. മിസ്റ്റർ നീൽഗിരി മാസ്റ്റർക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാ ഞാൻ അദ്ദേഹത്തെ മാസ്റ്റർ കാണിക്കാനായി കൊണ്ടുപോകുന്നത്. ഏ യു, വീണ്ടും നുണ പറയുന്നു. ഞങ്ങൾക്ക് നിന്റെ ഒളിച്ചുകളി മനസ്സിലാകില്ല എന്നാണ് കരുതുന്നത്. ഇവിടെ വനിതകൾ മാത്രമുള്ള ഈ ഹോളി ഹെർബ് വാലിയിൽ അപരിചിതനായ ഒരു പുരുഷൻ വരാൻ പാടില്ല എന്നുള്ളത് നിനക്ക് അറിയാവുന്ന കാര്യമാണ്. നീ അത് ധിഖരിച്ചിരിക്കുകയാണ്. നിനക്ക് അതിനുള്ള ശിക്ഷ ഉടൻ നൽകിയേ പറ്റൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ലേഡി പെട്ടെന്നാണ് അവളുടെ വാള് വലിച്ചൂരുന്നത്. ആ വാള് വലിച്ചൂരി അവള് മിസ് യുവിന്റെ മുന്നിലേക്ക് കുതിക്കുമ്പോൾ മിസ് യു ശരിക്കും പെട്ടതുപോലെ അവള് സിസ്റ്റർ ഫെങ്ങിനോട് പറഞ്ഞു, സിസ്റ്റർ ഫെങ്, എന്താ ഇത്, എന്തായി കാണിക്കുന്നത്? അങ്ങനെ അവൾ ചോദിക്കുമ്പോഴേക്കും ആ സിസ്റ്റർ ഫെങ് യുവിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞെന്ന് മാത്രമല്ല അവളെ ആക്രമിക്കാനായി ആ വാള് ഉയർത്തുകയും ചെയ്തു. ശരിക്കും ആ വാള് കൊണ്ട് ഫെങ് ആ യുവിനെ വെട്ടുമോ എന്നൊരു സംശയം പോലും അവരുടെ ആക്ഷൻ കാണുന്ന ആർക്കും തോന്നും. പക്ഷെ ആ നിമിഷത്തിൽ നീല് യുവിന്റെ മുന്നിലേക്ക് കയറി. അയാള് ആ ഫെങ്ങിനോട് പറഞ്ഞു, നോക്ക്, നിങ്ങള് വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരിക്കും ഇത്രയും നേരം നീലിനെ ശ്രദ്ധിക്കാതിരുന്ന ഫെങ് അപ്പോഴാണ് നീലിനെ ശരിക്കും ശ്രദ്ധിക്കുന്നത്. നീല് ഒരു ഒറിജിൻ കിങ് ലെവലിലേക്ക് കടന്നിരിക്കുന്ന യോദ്ധാവാണ്. അത്യാവശ്യം സമർത്ഥനാണെന്ന് വ്യക്തം. പക്ഷെ അയാളെക്കാൾ ശക്തയാണ് അവിടെ നിൽക്കുന്ന ഫെങ് എന്ന് പറയുന്ന ആ സിസ്റ്റർ. അവളുടെ ബോഡി ലാംഗ്വേജിലും സംഭാഷണത്തിലും ഒക്കെ അത് ദൃശ്യവുമാണ്. ഫെങ് നീലിനെ ഒന്ന് അളന്നു നോക്കി. അതിനുശേഷം നീലിനോടായി പറഞ്ഞു, ഹേയ് യങ്മാൻ, എനിക്ക് നിന്നോട് വേറെ വിരോധമൊന്നുമില്ല. ഇവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ഇവിടേക്ക് ഒരു പുരുഷനും കടന്നു വരാൻ പാടില്ല. സാരമില്ല, നിന്നെ പുരുഷനാക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, അത് ഞാനങ്ങ് ഖണ്ഡിക്കാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. തികച്ചും അമ്പരപ്പിക്കുന്നതാണ് ആ വാചകം. ആ വാചകം കേട്ട് നീൽഗിരി വല്ലാത്തൊരു അതിശയത്തോടെ ആ ഫെങ്ങിനോട് ചോദിച്ചു, ഏയ്, നിനക്ക് ഒരു തലിന്റെ കുറവുണ്ടെന്ന് നിന്നോടാരും പറഞ്ഞിട്ടില്ലേ? നീല ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും ആ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയ വാചകവും വല്ലാത്തൊരു ഓളം അവിടെ ആ ഹോളി ഹെർബ് വാലിയിൽ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. സിസ്റ്റർ ഫെങ് അവിടെ ഒരു വല്ലാത്ത അധികാരം പ്രകടിപ്പിക്കുന്ന കക്ഷിയാണ്. ആ കക്ഷിയുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നത്, നിനക്ക് തല്ലിന്റെ കുറവുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലേ എന്ന്. തല്ലുകൊള്ളിയാണ് താനെന്ന് ആ ചെറുപ്പക്കാരൻ സൂചിപ്പിച്ചത് ഫെങ്ങിനെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചു. ഫെങ് ദേഷ്യത്തോടെ നീലിന് നേരെ തിരിഞ്ഞു. നീലിന്റെ ആ ഡയലോഗ് കേട്ട ആ ഫെങ് ശരിക്കും ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ്. അവര് ആ യുവിന് നേരെ ചൂണ്ടിയ വാള് പെട്ടെന്ന് നീല് നേരെ തിരിച്ചു. നീല് നേരെ വാള് തിരിച്ചു എന്ന് മാത്രമല്ല, ആ നിമിഷത്തിനെ അവർ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. 2 സ്റ്റെപ്പ് കൊണ്ട് നീലിനെ തൊട്ടടുത്തെത്തിയ അവർ വാള് ഉയർത്തി ഒരു ഒറ്റ വെട്ടു. ആ വാള് കൊണ്ട് നീലിനെ അവർ വെട്ടുന്ന നിമിഷത്തിലും നീല് അനങ്ങാതെ നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ട ആ യു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഒന്ന് കുഴങ്ങിയെങ്കിലും അടുത്ത നിമിഷം അവര് മുന്നോട്ട് കുതിക്കാനായി പോയ ആ നിമിഷത്തിൽ ആ ഫെങ് സിസ്റ്റർ നീലിനെ ആഞ്ഞ് വെട്ടിക്കഴിഞ്ഞു. അവരെ ആ ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ വെച്ച് അപമാനിച്ചത് അങ്ങനെ അങ്ങ് അനുവദിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ആഞ്ഞു വെട്ടിയത്. അവരെ വെട്ടുമ്പോൾ അവരെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുകയായിരുന്ന നീൽഗിരി അവരെ വെട്ടിയ നിമിഷത്തിൽ കൈ ഉയർത്തി ഒരു ഒറ്റ ഇടി. സാധാരണത്തിൽ വാളുകൊണ്ട് ഒരാൾ വെട്ടുമ്പോൾ അതിനെ ആരും കൈകൊണ്ട് തടുക്കുന്നതല്ല, അല്ലെങ്കിൽ തന്നെ കൈകൊണ്ട് അതിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനും ശ്രമിക്കില്ല. ഒരു വാള് വെച്ച് തടുക്കത്തുള്ളൂ. പക്ഷെ നീല് കൈ കൊണ്ട് വെറുതെ ഒരു ഇടി ഇടിക്കുകയാണ് ചെയ്തത്. നീല് കൈ കൊണ്ട് വാളിൽ ഇടിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഈ അടിയും തടയുന്നും വഴക്കമില്ലാത്ത ആളുകളാണ് സാധാരണ ഇങ്ങനെ ആയുധമെടുത്ത് ആക്രമിക്കുന്ന ആളോട്
ആയുധമില്ലാതെ തിരിച്ചടിക്കുന്നത്. ഈ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് ആ സ്ത്രീകൾ കരുതുമ്പോഴേക്കും ആ പഞ്ച് ആ വാളിൽ പതിച്ചു കഴിഞ്ഞു. ആ നിമിഷത്തിൽ ആ വാള് ചിതറി, കൂട്ടത്തിൽ ഫെങ് തെറിക്കുകയും ചെയ്തു. അവിടെ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഉണ്ടായത്. ആകാശത്തൂടെ പറന്ന് അവളെ കുറച്ച് പുറകിലൂടെ തെറിച്ച് വീണതും അവളെ തൊട്ടടുത്തെത്തിയ നീല് അവളെ പിടിച്ചങ്ങ് പോക്കി. ഏയ് നീ എന്താ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ അവള് ചോദിച്ചതും നീല് കൈ ഉയർത്തൊരൊറ്റയാടി. നീനെ തല്ലിയല്ലേ? ആ ചോദ്യം അവൾ ചോദിച്ചതും നീല് ഇടം കൈകൊണ്ട് വീണ്ടും ഒരാടി. നീ വീണ്ടും തല്ലിയല്ലേ? നീല് വീണ്ടും ആടി. നീ എന്നെ തല്ല്, വീണ്ടും ആടി. നാലാമത്തെ അടി അവൾക്ക് കിട്ടിയതും അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനി വാ തുറന്ന അടി കിട്ടും. നീല് അവളോട് അത് തന്നെ പറഞ്ഞു. നിനക്ക് തല്ലിന്റെ കുറവുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇപ്പോ 4 തവണ ഞാൻ നിന്നെ തല്ലിയപ്പോ നീ നീറ്റായത് കണ്ടില്ലേ? നിന്നെ തല്ലി വളർത്തിയിരുന്നെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. നീല ആ ഡയലോഗ് പറയുമ്പോൾ അവിടെ ആ ഹോളി ഹെർബ് വാലിയിലെ സകല ആളുകളും നിശബ്ദരായി ആ കാഴ്ച ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ്. അവര് അവിടെ വന്നതിന് ശേഷം പുരുഷന്മാരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ ഇടയിലേക്ക് സുന്ദരനായി ഒരു ചെറുപ്പക്കാരൻ കടന്നു വരിക, ആ ആള് അവിടെ വലിയ ലീഡറായി നിലനിൽക്കുന്ന ഫെങ് സിസ്റ്ററെ അടിച്ചു വീഴ്ത്തുക, എന്നിട്ട് കവളിൽ മാറി മാറി അടിക്കുക. സ്വപ്നത്തിൽ പോലും ആരും അത്തരത്തിലൊരു കാഴ്ച ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോ ഇതാ അവരത് കാണുകയാണ്. മിസ് യു ശരിക്കും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഈ ഫെങ് സിസ്റ്റർ ഒരു ടെറർ ആണെന്നുള്ള കാര്യം യുവിന് അറിയാം. യു പെട്ടെന്ന് ഓടി വന്ന് നീലിന്റെ കൈ പിടിച്ചിട്ട് നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, നമുക്ക് സെക്ഷൻ മാസ്റ്റർ അടുത്തേക്ക് പോവാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവള് നീലുമായി അതിവേഗം മുന്നോട്ട് നീങ്ങുന്ന ആ സമയത്താണ് പല ഭാഗത്തുനിന്നായി അനവധി ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തിയത്. ആ വന്ന ആളുകളുടെ മുൻപിൽ ലേശ പ്രായമുള്ള ഒരു ലേഡിയുണ്ട്. ആ ലേഡി നീലിനെ തടുത്തു. ഏയ് യങ് മാൻ, ഈ ഹോളി ഹെർബ് വാലിയിൽ നീ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തിരിക്കുന്നത്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഏതാണ്ട് ഒരു വിധി പ്രസ്താവം എന്ന് വേണമെങ്കിൽ പറയാം. അത് കേട്ടത് നീല് ആ സ്ത്രീയെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ നീലിനൊപ്പമുള്ള മിസ് യു ആ ലേഡിയോട് പറഞ്ഞു, എൽഡർ ക്യുലിൻ, ഇത് മിസ്റ്റർ ഗ്രീ. മാസ്റ്റർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മിസ്റ്റർ ഗ്രീയെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. ഏയ്, നിന്നോട് വാ തുറക്കാൻ ആരാ പറഞ്ഞത്? ഇവിടെ എല്ലാം സംസാരിക്കുമ്പോ നിനക്ക് വാ തുറക്കാൻ എന്ത് അധികാരമോ ഉള്ളത്? ആ സീനിയർ ശരിക്കും ഒരു ടെറർ ആണെന്ന് അവരുടെ ആ ഡയലോഗ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയാണ്. അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെയൊക്കെ ഒരു ഷോ കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എത്തിയിരിക്കുന്നത് എൽഡർ ക്യുലിനാണ്. എൽഡർ ക്യുലിൻ നീലിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം അവിടെ നിന്ന് എണീറ്റ് വരുന്ന ആ സിസ്റ്റർ ഫെങ്ങിനെ ഒന്ന് നോക്കി. സിസ്റ്റർ ഫെങ് എൽഡർ ക്യുലിനെ കണ്ടതും ക്യുലിനോട് പറഞ്ഞു, എൽഡർ, ഇവൻ എന്നെ തല്ലി. നമ്മുടെ ഈ ഹെർബ് വാലിയിൽ വന്ന് ഒരാളുടെ പുറത്ത് കൈവയ്ക്കാൻ ഈ അപരിചിതന് എന്ത് അധികാരമാണ് ഉള്ളത്? അവളുടെ ചോദ്യത്തിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എൽഡർ ക്യുലിൻ, നമ്മുടെ ഹെർബ് വാലിയിലേക്ക് പുറത്തു നിന്ന് ഈ അപരിചിതൻ ആക്രമണം നടത്തുകയാണ്, എന്റെ കവളിലടിച്ചു. ആ സിസ്റ്റർ ഫെങ് അങ്ങനെ പറഞ്ഞതും ക്യുലിൻ ദേഷ്യത്തോടെ നീലിനെ നോക്കി. ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്തതാണ്. ഇവിടേക്ക് അതിക്രമിച്ച് കയറിയ നീ അക്ഷന്ത്യവുമായ തെറ്റാ ചെയ്തിരിക്കുന്നത്. നിന്നെ ഒരു പാഠം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഒരാളും ഇവിടേക്ക് കടന്നു കയറുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അങ്ങനെ പറഞ്ഞ ആ ലേഡി അവരുടെ ആ വാള് വലിച്ചൂരി നീലിന് നേരെ ചൂണ്ടിക്കൊണ്ട് ഒരൊറ്റ കുതിപ്പ്. അവര് നീലിന് നേരെ കുതിക്കുന്ന ആ നിമിഷത്തിൽ ശരിക്കും യുവിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. യുവിന് മുന്നോട്ട് ചലിക്കണമെന്നുണ്ട്, പക്ഷേ ആ ക്യുലിന്റെ ഓറ യുവിനെ ഏതാണ്ട് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് നീല് മുന്നോട്ട് കുതിച്ചു വരുന്ന ആ ക്യുലിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. നേരത്തെ സിസ്റ്റർ ഫെങ് നീലിനെ ആക്രമിക്കാൻ വന്ന സമയത്ത് നീല് നിന്ന അതേ ശൈലി തന്നെയാണ് ഇപ്പോഴും നീല് നിൽക്കുന്നത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ നീലിന്റെ തിരിച്ചടി ശരിക്കും അമ്പരപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരു കൺഫ്യൂഷൻ ആളുകൾക്കുണ്ട്. ആ ചെറുപ്പക്കാരൻ ക്യുലിന്റെ ആക്രമണത്തെ എങ്ങനെയാണ് നേരിടാൻ പോകുമെന്ന് അറിയാനായി കൗതുകത്തോടെ അവർ നോക്കുമ്പോൾ നീലിന്റെ വലത് കൈയിൽ ഒരു കുന്തം പ്രത്യക്ഷപ്പെട്ടു. 9 നെഥർ സ്കൈസ് സ്പിയർ നീലിന്റെ കയ്യിലേക്ക് വന്നതും നീല് മുന്നോട്ട് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. നീൽഗ്രിയും ക്യുലിനും മുഖാമുഖം. നീലിനെ ആ വാളുകൊണ്ട് ചാടി ഉയർന്ന് ആഞ്ഞ് ക്യുലിൻ വെട്ടിയതും നീല് ആ വെട്ടിനെ തന്റെ കയ്യിലിരിക്കുന്ന ആ 9 നെഥർ സ്കൈ സ്പിയർ കൊണ്ട് തടുത്തു. ആ സ്പിയർ മുകളിലേക്ക് ഉയർന്ന ആ നിമിഷത്തിൽ തന്നെ ആ സ്പിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡീമൺ എനർജി ആ ചുറ്റുപാടൊന്ന് വ്യാപിക്കുകയും ചെയ്തു. ഡീമൺ എനർജി തന്റെ മുകളിലേക്ക് പാഞ്ഞു വരുന്നത് സ്വാഭാവികമായിട്ടും ക്യുലിന്റെ ശ്രദ്ധയപ്പെട്ടു. അവൾ നീലിനെ നോക്കി നീലിനോട് പറഞ്ഞു, നീ ഡീമൺ റൈസിൽ നിന്ന് ഇവിടെ വന്നതാണല്ലേ? ഒരു ഡീമനെയും ഞങ്ങൾ ഇവിടേക്ക് കടക്കാൻ അനുവദിക്കത്തില്ല. ഡീമൺ ജനസിൽപ്പെട്ട ഒരാളാണ് നീലെന്ന് മനസ്സിലാക്കിയ ആ നിമിഷത്തിൽ ആ ലേഡിയുടെ ദേഷ്യം ഒന്നുകൂടി അങ്ങ് വർദ്ധിച്ചു എന്ന് പറയാം. അവര് ശരിക്കും വൻ ശക്തി അവരുടെ വാളിലേക്ക് ആ നിമിഷം കൊടുക്കുകയും ചെയ്തു. അവരുടെ എൻറ്റയർ ഊർജവും അവർ ആ വാളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ നിമിഷത്തിൽ ആ വാളും
ആ കുന്തം തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടുകയാണ്. നീലിന് അതിശക്തമായ ആ കുന്തം കൊണ്ടുള്ള പ്രഹരവും അതേപോലെ ശക്തമായ ക്യുരിന്റെ വാൾ കൊണ്ടുള്ള ആ സ്ട്രൈക്കും അന്തരീക്ഷത്തിൽ കൂട്ടിമുട്ടുന്നതിന് മുമ്പ് തന്നെ അന്തരീക്ഷത്തിൽ ശരിക്കും തീപ്പൊരികൾ ചിതറി. രണ്ടുപേരും വായുവിലാണ്, അവിടെ ആയുധങ്ങളും വായുവിലാണ്. ആ ആയുധങ്ങൾ ആ വായുവിൽ വെച്ച് കൂട്ടിമുട്ടിയതും ഒരു സമതല ഒരു നിമിഷം അവിടെ രൂപം കൊള്ളുകയാണ്. രണ്ടായുധങ്ങളും അങ്ങനെ മുട്ടി നിൽക്കുകയാണ്. സുപ്രീം എംപറർ ലെവലിന്റെ തുടക്കക്കാരിയാണ് നീലെ ആക്രമിച്ച ആ ക്യുലിൻ. ഒറിജിനൽ കിങ് ലെവലിലെ തുടക്കക്കാരനായ നീൽഗിരി അവർക്കൊരു വിഷയമേ അല്ല. പക്ഷേ അന്തരീക്ഷത്തിൽ ആ 9 നെതർ സ്കൈ സ്പീറുമായി അവരുടെ വാള് ഏറ്റുമുട്ടിയ നിമിഷത്തിൽ അവർക്ക് ഒരു അപകടമാണ്. ആ വാള് ശരിക്കും ശക്തമായിട്ട് ആ കുന്തത്തെ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷെ അത് സംഭവിക്കുന്നില്ല. അതവിടെ സ്റ്റില്ലായി നിൽക്കുകയാണ്. അത് സ്റ്റില്ലായി നിൽക്കുന്നത് മനസ്സിലാക്കിയതും ആ സ്ത്രീ ആ വാള് വലിച്ച് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചതും വാള് അനങ്ങുന്നില്ല. ആ അന്തരീക്ഷത്തിൽ ആ വാള് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അമ്പരപ്പോടെ അവള് ആ വാളിലേക്ക് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ആ സ്ത്രീ കാണുന്നത്. ആ വാളിന് ചുറ്റുമായി ഒരു വലയം പോലെ നീൽഗിരിയുടെ ആ സ്പിയർ ചുറ്റി പിടിച്ചിരിക്കുകയാണ്. ആ വാളിനെ അത് ചുറ്റിപ്പിടിക്കുന്നതിന്റെ വേഗത കൂടുകയും ചെയ്യാണ്. ഒരുപാട് സ്പിയറുകൾ ആ സ്ത്രീ കണ്ടിട്ടുണ്ട്. കുന്തം ഉപയോഗിച്ച് ആളുകളെ അറ്റാക്ക് ചെയ്യുന്ന, മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന യോദ്ധാക്കൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇവിടെ തന്നെ ആക്രമിച്ച ആ കുന്തത്തിന് സ്വയം വളയാനുള്ള ശേഷിയുണ്ട്. നീല് ഈ സമയത്ത് താഴെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. തറയിൽ നിൽക്കുന്ന നീല് ലാൻഡ് ചെയ്തപ്പോഴേക്കും ആ സ്ത്രീയും ലാൻഡ് ചെയ്തു. പക്ഷെ അവരുടെ വാള് അവർക്ക് ഇപ്പോഴും തിരിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ആ വാളിൽ ആ കുന്തം ഇങ്ങനെ ചുറ്റി വരികയാണ്. ഏയ് എന്റെ വാൾ ഇവിടെ! നീലിനോടായി ആ സ്ത്രീ അങ്ങനെ പറയുമ്പോൾ നീല് ചിരിച്ചു. നീൽ അങ്ങനെ ചിരിക്കുമ്പോഴേക്കും ആ വാളിനെ ചുറ്റിരുന്ന ആ സ്പിയറിന്റെ മുന്നോട്ടുള്ള പോക്ക് ഒന്ന് കൂടിയിട്ടുണ്ട്. അത് ആ വാളിനെ മുഴുവൻ ചുറ്റി പിടിയിലൂടെ നേരെ കടന്നത് ആ സ്ത്രീയുടെ വലത് കൈയിലേക്കാണ്. അവിടെ വലത് കൈയിൽ പതുക്കെ ചുറ്റിപ്പിടിക്കുകയാണ്. വലത് കൈയിൽ ആ കുന്തം ഇങ്ങനെ വളഞ്ഞ് ചുറ്റിപ്പിടിച്ചു തുടങ്ങിയതും ആ സ്ത്രീ ഒരു കാര്യം തിരിച്ചറിയുകയാണ്. അവരുടെ ആ കൈയിൽ ഒരു പെയിൻ അനുഭവപ്പെടുകയാണ്. ആ കുന്തത്തിന്റെ ചുറ്റുമുള്ള തീ അവരുടെ ആ ബോഡിയെ കത്തിച്ചു തുടങ്ങി. ആ കുന്തത്തിന് ചുറ്റുമായി ഇമോട്ടർ ഫ്ലെയിമും അതുപോലെ ലൈറ്റനിങ്ങും നീല് ആഡ് ചെയ്തിരിക്കുകയാണ്. നീലിന്റെ ആ ഡിവൈൻ ലൈറ്റനിങ്ങും അതുപോലെ ഇമോട്ടർ ഫ്ലെയിമും പിന്നെ ആ പാതാള ലോകത്തിന്റെ സംഭാവനയായ ആ കുന്തവും അത് മൂന്നും കൂടെ ചേർന്നപ്പോ ശരിക്കും പൊട്ടന്റ് ആയിട്ടുള്ള ഒരു വെപ്പൺ ആയിരിക്കുകയാണ്. അതിശക്തമായ ഒരു ആയുധം. ആ ആയുധം ഇതാ സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു കാഴ്ച അവിടെ കാഴ്ചവെക്കുകയാണ്. അത് സ്വയം ആ എതിരാളിയുടെ കയ്യിൽ അങ്ങനെ ചുറ്റി വരികയാണ്. ആ ചുറ്റി വരിച്ചിൽ മുന്നോട്ട് പോകുന്തോറും ആ കൈ അങ്ങനെ വെന്ത് വെണ്ണീറാവുകയാണ്. ഞെട്ടിക്കുന്ന ആ കാഴ്ച വല്ലാത്തൊരു ദേഷ്യം ആ ക്യുലിനുണ്ടാക്കി. അവരൊരു സുപ്രീം എംപറർ ലെവലിലെ യോദ്ധാവാണ്. അവർക്കൊരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കിയ ആ ലേഡി ഉറക്കെ അവരെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, എന്തിനാ നോക്കി നിൽക്കുന്നത്, അറ്റാക്ക്! അത് കേട്ടതും 3 സ്ത്രീകൾ കൂടെ ഒരുമിച്ച് മുന്നോട്ട് കുതിച്ചു. 3 പേരും സുപ്രീം എംപറർ ലെവലിലെ യോദ്ധാക്കളാണ്. ആ 3 സുപ്രീം എംപറർ ലെവലിലെ യോദ്ധാക്കളും നീലിനെ അങ്ങ് വളഞ്ഞതും നീൽ ശരിക്കും ടൈറ്റൻ ചെയ്യപ്പെടുകയാണ്. നീലിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ള ഒരു ആക്രമണമാണ് ഇപ്പൊ നടക്കുന്നത്. ക്യൂനിന്റെ ആ ഒരു കൈ പൂർണ്ണമായും ആ നെതർ സ്പിയറിന്റെ പിടിയിലാണ്. അത് തനിക്ക് ശല്യമാകുമെന്ന് തോന്നിയതും ആ ലേഡി അവളുടെ ഇടത് കൈയിൽ ഒരു വാള് വരുത്തിയിട്ട് ആ ഇടത് കൈ കൊണ്ട് വലത് കൈയിൽ ആഞ്ഞൊരൊറ്റ വെട്ട്. ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് ആ രംഗം. ആ സ്പിയർ ആ കൈ മുഴുവൻ ചുറ്റി വരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുക തന്റെ ബോഡിയെ ചുറ്റി വരികയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ സ്ത്രീ ആ കൈ അരിഞ്ഞ് താഴെ ഇട്ടത്. വലത് കൈ അറ്റ താഴേക്ക് വീണ ആ സ്ത്രീയുടെ ഇടത് കൈയിലെ ആ വാളിൽ ശരിക്കും ചോര പൊടിഞ്ഞു നിൽക്കുകയാണ്. അതും അവരുടെ സ്വന്തം ചോര. സുപ്രീം എംപറർ ലെവലിലെ ഒരാളുടെ കൈ അറ്റുപോയാലും അത് കിളിർത്ത് വരും. അതാണ് ആ ലെവലിലെ ആളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതറിയാവുന്നത് കൊണ്ടാണ് അവർ ആ കൈ അറുത്ത് താഴെ ഇട്ടത്. താഴേക്ക് പക്ഷെ അവർ ആ സ്വന്തം കൈ അറുത്ത് വീഴ്ത്തുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആ ലേഡി വാരിയേഴ്സ് ഒക്കെ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ഇത്തരത്തിലൊരു രംഗം അവിടെ സംഭവിക്കുമെന്ന് അവരാരെയും കരുതിയിരുന്നില്ല എന്ന് വ്യക്തമാണ്. ആ സ്ത്രീ ഇടം കൈ കൊണ്ട് നീലിനെ അറ്റാക്ക് ചെയ്തു തുടങ്ങി. ഒരു കൈ പോയെങ്കിലും അവരിപ്പോഴും സുപ്രീം എംപറർ ലെവലിലെ യോദ്ധാവാണ്. ഫലത്തിൽ 4 സുപ്രീം എംപറർ ലെവലിലെ യോദ്ധാക്കളാണ് നീലിനെ നേരിടുന്നത്. ആ 4 പേരും ഒരുമിച്ച് നീലിനെ നേരിടുന്ന ആ നിമിഷത്തിൽ നീല് ഒന്ന് അലറി. നീലിന്റെ ആ അലർച്ചയ്ക്ക് പ്രതിഫലനം ഉണ്ടാവുകയാണ്. നീല് അലറിയതും നീലിന്റെ ബോഡിയിൽ നിന്ന് ആ ബ്ലഡ് ഡ്രാഗൺ മുകളിലേക്ക് കുതിച്ചു. ഞെട്ടിപ്പിക്കുന്ന വേഗതയിൽ ആ ഡ്രാഗൺ നീലിന്റെ തലയ്ക്ക് മുകളിലേക്ക് അങ്ങനെ പാഞ്ഞു വന്നു. കൂറ്റൻ ഡ്രാഗൺ, രക്ത നിറത്തിലുള്ള ആ ഡ്രാഗന്റെ വായിൽ നിന്ന് രക്തനിറത്തിലുള്ള ആ ഡ്രാഗൺ നീലിന്റെ തലയ്ക്ക് മുകളിലേക്ക് വന്നതും അത് ദേഷ്യത്തോടെ താഴേക്ക് നോക്കുമ്പോൾ നീലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സുപ്രീം എംപറേഴ്സ് ഒരു നിമിഷം ഒന്ന് ഞെട്ടുകയും പുറകോട്ട് മാറുകയും ചെയ്തു. അവരുടെ സെക്ഷൻ മാസ്റ്റർ പറഞ്ഞ് ഒരു കാര്യം കേട്ടിട്ടുണ്ട്. ഒരു ഡ്രാഗൺ മാസ്റ്റർ
അവിടേക്ക് വരുമ്പോഴാണ് ശരിക്കും അവരുടെ ആ ദൗത്യത്തിന് അടുത്ത മാനമുണ്ടാവുക. എന്താണ് അവരുടെ ദൗത്യമെന്നോ എന്താണ് അടുത്ത മാനമെന്നോ ശരിക്കും ആ ലേഡീസിനെ അറിയില്ലെങ്കിലും ആ സെക്ഷൻ മാസ്റ്റർ എപ്പോഴും പറയുന്ന ആ വാചകം അത് അവരുടെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട്. ഡ്രാഗൺ മാസ്റ്റർ. ഒരു ഡ്രാഗണെ മെരുക്കി കൊണ്ടു നടക്കുന്ന ആളാണല്ലോ ഡ്രാഗൺ മാസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഇതാ രക്ത നിറത്തുള്ള ഒരു ഡ്രാഗണെ നിയന്ത്രിക്കുന്ന ഒരു ആള്, അതൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ തലയ്ക്ക് മുകളിലേക്ക് വന്ന ആ ഡ്രാഗൺ പെട്ടെന്നാണ് ഒന്ന് ഊതുന്നത്. ആ നിമിഷത്തിൽ ആ സുപ്രീം എംപറേഴ്സ് പുറകോട്ട് മാറി. ആ കാഴ്ച കണ്ട ക്യുലിൻ ശരിക്കും ഒന്ന് ഞെട്ടി. പക്ഷേ ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും അവള് സ്വബോധം വീണ്ടെടുത്തു എന്ന് പറയാം. ഒരു കൈ പോയാൽ ആ ലേഡിക്ക് ആ ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ അങ്ങനെ അങ്ങ് അപമാനിതയായി പിന്മാറാൻ പറ്റുമായിരുന്നില്ല. അവരുടെ ഇടത് കൈയിലേക്ക് പെട്ടെന്നാണ് ഒരു രക്ഷ വരുത്തുന്നത്. ആ രക്ഷ അവര് ഇടത് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊട്ടിച്ചു. ഇടത് കൈ കൊണ്ട് ആ രക്ഷ പൊട്ടിച്ചവർ ആ കൈ മുകളിലേക്ക് ഒന്ന് തുറന്നതും അവരുടെ കയ്യിൽ നിന്ന് കുറെ വെള്ളം മുകളിലേക്ക് തെറിക്കുകയാണ്. ആ വെള്ളം മുകളിലേക്ക് തെറിച്ചതും ആ അന്തരീക്ഷം ആകെ മാറി മറിയുകയാണ്. ആ വെള്ളം പെട്ടെന്ന് ഒരുപാട് ജലമായി അങ്ങ് മാറി. അത് അതിവേഗം ഒരു നദി പോലെ അങ്ങ് മാറുകയാണ്. അവിശ്വസനീയമായ ഒരു മാജിക് ഷോ അവിടെ ഇതാ നടക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ മാജിക്. നീൽഗിരിയുടെ തൊട്ട് മുന്നിൽ ഇതാ ആകാശത്ത് ഒരു നദി. ആ നദിയുടെ ഉത്ഭവം എവിടെയാണെന്നോ അവസാനം എവിടെയാണെന്നോ ഒരാൾക്കും പറയാൻ കഴിയാത്ത ശൈലിയിൽ ശുദ്ധശൂര്യതയിൽ ഇതാ വെള്ളം അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒരു കൂറ്റൻ നദി അന്തരീക്ഷത്തിലൂടെ അങ്ങനെ ഒഴുകി വരികയാണ്. താൻ സൃഷ്ടിച്ചിരിക്കുന്ന ഡൊമൈനകത്ത് അവരെ സൃഷ്ടിച്ചിരിക്കുന്ന കാഴ്ച അതുപോലെ കാണുകയാണ് ഓരോ ആളുകളും. തികച്ചും യഥാർത്ഥമായ ആ സംഭവം പെട്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗത്തിലേക്ക് മാറി. ആ വെള്ളം പെട്ടെന്ന് ഒരു ഡ്രാഗണായി മാറി, ഒരു വാട്ടർ ഡ്രാഗൺ. ആ ഡ്രാഗന്റെ എല്ലാ ഭാഗത്തും വെള്ളമാണ്, പക്ഷെ അതിന്റെ മുഖം ഒരു ഡ്രാഗന്റെ ശൈലിയിലാണ്. അതിന് ചിറകുകളുണ്ട്, കാലുകളുണ്ട്, അതിന് ശൽക്കങ്ങളുണ്ട്, എല്ലാം പക്ഷേ വെള്ളത്തിലാണെന്ന് മാത്രം. വെള്ളം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ ഡ്രാഗൺ രക്തം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നീലിന്റെ ബ്ലഡ് ഡ്രാഗണെ ഒന്ന് നോക്കി. അടുത്ത നിമിഷത്തിൽ അത് മുന്നോട്ടൊരൊറ്റ കുതിപ്പ്. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ വാട്ടർ ഡ്രാഗനെ സ്വാഭാവികമായിട്ടും ബ്ലഡ് ഡ്രാഗൺ കണ്ടു. ബ്ലഡ് ഡ്രാഗനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ വാട്ടർ ഡ്രാഗൺ ബ്ലഡ് ഡ്രാഗന്റെ പുറത്തേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുകയാണ്. അതങ്ങനെ ഇടിച്ചു കയറിയതും ബ്ലഡ് ഡ്രാഗന്റെ ഉള്ളിലേക്ക് ആ വെള്ളം അങ്ങ് ഇടിച്ചു കയറി. നീല് ശരിക്കും സ്തംഭിച്ചങ്ങനെ നിന്നു പോവുകയാണ്. തന്റെ ബ്ലഡ് ഡ്രാഗനെ വെള്ളം ഈ ശൈലിയിൽ നിർവീര്യമാക്കുമെന്ന് സ്വപ്നത്തിൽ പോലും നീൽ കരുതിയിരുന്നില്ല. ആ സമയത്ത് നീല് ഷൂ ലിനേക്കറുടെ ശബ്ദം കേട്ടു. നീൽ, അത് വാട്ടർ ഡ്രാഗൺ ആണ്. ആ വാട്ടർ ഡ്രാഗന്റെ ആ വെള്ളം നെതർ വേൾഡുമായി കണക്റ്റഡ് ആണ്. പാതാളത്തിൽ നിന്ന് വന്ന ആ വെള്ളത്തിന് ബ്ലഡ് ഡ്രാഗനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ആ വാട്ടർ ഡ്രാഗനെ നീ വിചാരിച്ചാൽ നിയന്ത്രിക്കാനും പറ്റും. അങ്ങനെ ഷൂ ലിനേക്കർ നീലോട് പറയുമ്പോഴേക്കും അവിടെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു. ആ ബ്ലഡ് ഡ്രാഗനും വാട്ടർ ഡ്രാഗനും നിന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് ഒരു ഒറ്റ കുതിപ്പ്. രണ്ടുപേരും ആകാശത്തേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ്. ആ വാട്ടർ ഡ്രാഗനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ബ്ലഡ് ഡ്രാഗന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ വാട്ടർ ഡ്രാഗൺ മുകളിലേക്ക് കുതിച്ചത്. ആ വാട്ടർ ഡ്രാഗൺ ആ ബ്ലഡ് ഡ്രാഗനെ പൂർണ്ണമായും വിഴുങ്ങാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്ത് തറയിൽ നിൽക്കുന്ന നീൽഗിരിയോടായി ലിനേക്കർ പറഞ്ഞു, നീൽ, നിന്റെ നെറ്റിയിൽ ഒരു ഡീമൻ മുത്തുണ്ട്. നീൽഗിരിക്ക് ആ മുത്ത് വളരെ യാദൃശ്യവശാൽ ലഭിച്ചതാണ്. അത് ലഭിക്കുന്നത് അവിടെ ആ സ്ലാട്ടർ സിറ്റിയിൽ വെച്ചാണ്. അവിടെ രണ്ട് പെൺകുട്ടികളെ നീല് രക്ഷിച്ചപ്പോൾ അവരുടെ അച്ഛൻ നീലിന് നൽകിയ ഒരു ചെറിയ ബോക്സിനകത്തുനിന്ന് നീലിന് കിട്ടിയതാണ് ആ മുത്ത്. ആ മുത്ത് ഇപ്പോ നീലിന്റെ നെറ്റിയിൽ ഒരു അടയാളം പോലെ ഉണ്ട്. അത് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് കാണത്തില്ല. പക്ഷെ അവിടെ ഒരു തടിപ്പ് അല്ലെങ്കിൽ ഒരു അനക്കം, ഒരു സ്പന്ദനം നീലിന് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതൊരു ഡീമൻ സാന്നിധ്യമാണെന്നാണ് ഇപ്പോ ലിനേക്കർ നീലിനോട് പറയുന്നത്. നീൽ ലിനേക്കർ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാകാതെ അദ്ദേഹത്തോട് ചോദിച്ചു, മാസ്റ്റർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീൽ, ആ ഡീമന് ഈ നെതർ വേൾഡിലെ വാട്ടർ ഇഷ്ടമാകും. വളരെ വ്യക്തമാണ് ആ സ്റ്റേറ്റ്മെന്റ്. ആ ഡീമന് നെതർ വേൾഡിലെ ആ വാട്ടർ ഇഷ്ടമാകും. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ നീല് പെട്ടെന്ന് പറയുന്ന ഒരൊറ്റ കുതിപ്പ്. നീല് ആകാശത്തേക്ക് അങ്ങനെ പറന്നു പൊങ്ങുകയാണ്. നീല് മുകളിലേക്ക് കുതിക്കുമ്പോൾ ആ കാഴ്ച കണ്ട ക്യുലിനും മുകളിലേക്ക് കുതിച്ചു. നീല് തന്നെ ഡ്രാഗണ് സപ്പോർട്ട് കൊടുക്കാനായി മുകളിലേക്ക് കുതിച്ചാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവരം ആ ലേഡിക്കുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരും മുകളിലേക്ക് കുതിച്ചത്. അവരുടെ ഇടത് കൈയിൽ ആ വാളുണ്ട്. നീല് നേരെ മുകളിലേക്ക് പാഞ്ഞു കയറി ആ ബ്ലഡ് ഡ്രാഗന്റെ അടുത്തെത്തിയതും ഡ്രാഗനോട് പറഞ്ഞു, ബ്ലഡ് ഡ്രാഗൺ, ഞാൻ നിന്റെ ബോഡിയിലേക്ക് കയറുകയാണ്. അങ്ങനെ പറഞ്ഞാൽ നീല് അതിവേഗം നീലിന്റെ ഡിവൈൻ സെൻസ് ആ ബോഡിയിലേക്ക് കയറ്റിയ ആ നിമിഷത്തിൽ ഡ്രാഗന്റെ ആ ബോഡി ഒന്ന് ചലിച്ചു. ശരിക്കും നീലിന്റെ ബോഡിക്ക് ഉള്ളിലാണ് ആ ഡ്രാഗൺ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നീലിനും ഡ്രാഗണും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ എളുപ്പമാണ്. നീലിന്റെ ഡിവൈൻ സെൻസ് ആ ഡ്രാഗന്റെ ബോഡിയിലേക്ക് കടന്നതും ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗം ഉണ്ടായി. അതുവരെ ഡ്രാഗന്റെ
പൂർണ്ണമായും വിഴുങ്ങിക്കൊണ്ടിരുന്ന ആ വാട്ടർ ഡ്രാഗണെ ആ ബ്ലഡ് ഡ്രാഗൺ തിരിച്ച് അറ്റാക്ക് ചെയ്തു തുടങ്ങി. അറ്റാക്ക് ചെയ്യുന്നു എന്നല്ല പറയേണ്ടത്, ശരിക്കും വിഴുങ്ങി തുടങ്ങി എന്നാണ് പറയേണ്ടത്. ഒരു പാമ്പ് വേറൊരു പാമ്പിന്റെ വാല് വിഴുങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ വാല് നഷ്ടപ്പെടുന്ന പാമ്പിന്റെ തല മറ്റേ പാമ്പിന്റെ വാലിനെ വിഴുങ്ങുന്നത് പോലെ ഒരു രംഗം. രണ്ട് പാമ്പുകളും എതിരാളിയുടെ വാല് മുതൽ മുകളിലേക്ക് വിഴുങ്ങുകയാണെന്ന് പറയില്ലേ, അതുപോലെ ആ വാട്ടർ ഡ്രാഗൺ ആ ബ്ലഡ് ഡ്രാഗനെ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ ആ ബ്ലഡ് ഡ്രാഗന്റെ വായങ്ങ് തുറക്കുകയാണ്. ആ വാ തുറന്ന ബ്ലഡ് ഡ്രാഗൺ ആ വാട്ടർ ഡ്രാഗനെ ഒരൊറ്റ വലിക്ക് ഉള്ളിലേക്ക് എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്താണ് ശരിക്കും ക്യൂരിൻ അവിടേക്ക് പാഞ്ഞെത്തിയത്. അവൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവൾ കാണുന്നത്. അവളുടെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ കാര്യങ്ങളും ആ വാട്ടർ ഡ്രാഗണുമായി കണക്റ്റഡ് ആണ്. ആ വാട്ടർ ഡ്രാഗൺ അവളുടെ ഒരു തുറുപ്പ് ചീട്ടാണ്. ആ തുറുപ്പ് ചീട്ടാണ് യഥാർത്ഥത്തിൽ അവളുടെ അസ്തിത്വം എന്ന് പറയുന്നത് തന്നെ. ആ തുറുപ്പ് ചീട്ട് നഷ്ടമായാൽ നഷ്ടമാകുന്നത് അവൾ തന്നെയാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാവുന്ന ക്യൂരിൻ ഉറക്കെ നീല് നോക്കി അലറി, എന്റെ വാട്ടർ ഡ്രാഗനെ തുടരുത്. അതേ വാട്ടർ ഡ്രാഗൺ ഉപയോഗിച്ച് നീലിന്റെ ആ ബ്ലഡ് ഡ്രാഗണെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ക്യൂരിനാണ് ആ ഡയലോഗ് നീലിനോട് പറഞ്ഞത്. അത് കേട്ടതും നീല് ആ ക്യൂരിനോട് പറഞ്ഞു, നിന്റെ വാട്ടർ ഡ്രാഗൺ ഇനി എനിക്ക് സ്വന്തം. അങ്ങനെ നീല് പറയുമ്പോഴേക്കും ആ ബ്ലഡ് ഡ്രാഗൺ ആ വാട്ടർ ഡ്രാഗനെ പൂർണ്ണമായും വിഴുങ്ങാനുള്ള ശ്രമത്തിലാണ്. അപകടം മണത്ത ക്യൂരിൻ ഉറക്കെ താഴെ നിൽക്കുന്ന അവളുടെ കൂട്ടുകാരികളെ വിളിച്ചു, നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത്? വാട്ടർ ഡ്രാഗൺ പോലും നഷ്ടമാകാൻ പോവുകയാണ്, അറ്റാക്ക് ചെയ്യും. നേരത്തെ നീല അറ്റാക്ക് ചെയ്യാൻ ഒരു നിമിഷത്തിൽ മടിച്ചിരുന്ന ആ സുപ്രീം എംപറേഴ്സ് ഉടൻ തന്നെ ക്യൂലിന്റെ ഒപ്പമെത്തി. ആ 4 സംഘം വീണ്ടും അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ആ 4 സംഘത്തിന്റെ ലക്ഷ്യം ഇപ്പോ നീൽഗിരിയാണ്. ആ 4 സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ക്യൂലിൻ ബാക്കിയുള്ള 3 ആളുകളോടായി പറഞ്ഞു, നിങ്ങൾ ആ ഡ്രാഗനെ അറ്റാക്ക് ചെയ്യണ്ട, നിങ്ങൾ ആ ചെറുപ്പക്കാരനെ കേന്ദ്രീകരിക്കും. 4 ആളുകളും നീലിന് നേരെ തിരിഞ്ഞു. ശരിക്കും അതിശക്തരായ ആ 4 സുപ്രീം എംപറർ യോദ്ധാക്കളും നീലിന് നേരെ തിരിഞ്ഞതും നീലിന് ഒരു ത്രെട്ട് അനുഭവപ്പെടുകയാണ്. നീലിന് അവരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. നീലിന്റെ ഡിവൈൻ സെൻസ് പൂർണ്ണമായും ആ ബ്ലഡ് ഡ്രാഗണിലേക്ക് കൊടുത്തിരിക്കുകയാണ്. നീലിന്റെ ഡിവൈൻ സെൻസ് ആ ബ്ലഡ് ഡ്രാഗണുമായി കണക്ട് ചെയ്തപ്പോൾ നീലിന്റെ നെറ്റിയിലുള്ള ആ ഡീമൺ പേളാണ് യഥാർത്ഥത്തിൽ ആ വാട്ടർ ഡ്രാഗനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ വാട്ടർ ഡ്രാഗന്റെ നെതർ വേൾഡ് ഊർജമാണ് യഥാർത്ഥത്തിൽ ഡീമൺ മുത്ത് വലിക്കുന്നത്. ആ ഡീമൺ മുത്ത് ശരിക്കും ശക്തമായിട്ട് ആ ഊർജം വലിച്ചെടുക്കുകയാണ്. അത് ഊർജം വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീൽഗിരി നിശ്ചലനായി നിൽക്കുകയാണ്. നീലിന് ഈ സമയത്ത് ആയുധങ്ങൾ എടുക്കാൻ പറ്റില്ല. നീലിന്റെ പൂർണ്ണ ശക്തിയും ആ ബ്ലഡ് ഡ്രാഗനെ രക്ഷിക്കാനുള്ള ദൗത്യത്തിനായി നീല് മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് നീലിന് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആയുധങ്ങളെ തടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നീല് ശരിക്കും കടലും ചെകുത്താനും ഇടയിൽ പെട്ടു എന്ന് പറയും പോലെ നീലിപ്പോ പ്രതിസന്ധിയിലാണ്. ആ വെള്ളം കൊണ്ടുള്ള ഡ്രാഗനെ ആ രക്തം കൊണ്ടുള്ള ഡ്രാഗൺ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ആക്ടിവിറ്റി ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ അതൊരു ബുദ്ധിമുട്ടാവും. അത് മാത്രമല്ല, അങ്ങനെ വിചാരിച്ചാലും നടക്കുന്ന ഒരു സാഹചര്യമല്ല. നീലിന്റെ നെറ്റിയിലുള്ള ആ ഡീമൻ മുത്തിനോട് ആ ആകീർണം നിർത്തണമെന്ന് 3-4 തവണയായിട്ട് പറയുകയാണ്. പക്ഷെ അത് മൈൻഡ് ചെയ്യുന്നില്ല. നീലിന്റെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത എന്തൊരു ശക്തിയാണ് ആ നെറ്റിയിലുള്ള ഡീമൻ എന്ന് നീലിന് തോന്നുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ തോന്നലുകൊണ്ടൊന്നും ഇവിടെ കാര്യമില്ലല്ലോ. നീലിന്റെ അടുത്തേക്ക് ആ സുപ്രീം എംപറേഴ്സ് പാഞ്ഞു വരികയാണ്. അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ നീലിനെ സ്പർശിക്കുമെന്ന ഘട്ടം എത്തിയതും പെട്ടെന്ന് ആ ആയുധങ്ങളിലേക്ക് അതിശക്തമായ ഒരു വെളുത്ത പ്രകാശം വന്ന് പതിച്ചു. ആ വെളുത്ത പ്രകാശം അങ്ങനെ പതിക്കുമ്പോൾ പുറകോട്ട് തെറിച്ച ആ സുപ്രീം എംപറർമാർ ആ കാഴ്ച കാണുകയാണ്. നീൽഗിരിയുടെ തൊട്ടു മുന്നിലായി ഒരു ലേഡി നിപ്പുണ്ട്. നല്ല വെളുത്ത തലമുടിയുള്ള ഒരു ലേഡി. ആ ലേഡിയെ കണ്ടതും അവർ 4 പേരും ഒരുമിച്ച് ഉറക്കെ പറഞ്ഞു പോവുകയാണ്, സെക്ഷൻ മാസ്റ്റർ അങ്ങ്. അതിന് മറുപടിയായി സെക്ഷൻ മാസ്റ്റർ ക്യൂലിന്റെ ഷോൾഡറിൽ കൈവച്ച് ഒരൊറ്റ താഴ്പ്പ്. ആകാശത്തുനിന്ന് ഒരു ഉൽക്ക താഴേക്ക് പതിക്കും പോലെ ആ നിമിഷത്തിൽ ക്യൂലിൻ താഴേക്ക് പതിച്ചു. ക്യൂലിൻ താഴേക്ക് അങ്ങനെ പതിക്കുമ്പോൾ ആ സുപ്രീം എംപറേഴ്സും ഒരുമിച്ച് താഴേക്ക് വന്നിട്ട് അവർ തറയിൽ മുട്ടുകുത്തി. ഈ നിമിഷത്തിൽ നീലും ആ സെക്ഷൻ മാസ്റ്ററും അതുപോലെ താഴേക്ക് വരികയാണ്. എല്ലാ ആക്ടിവിറ്റിയും താഴെ എത്തിയെന്ന് പറയാം. ഇതിനിടയിൽ ആ വാട്ടർ ഡ്രാഗനെ പൂർണ്ണമായും ആ ബ്ലഡ് ഡ്രാഗൺ വിഴുങ്ങിക്കഴിഞ്ഞു. ആ ബ്ലഡ് ഡ്രാഗന്റെ ആക്ടിവിറ്റി കഴിഞ്ഞതും ആ ബ്ലഡ് ഡ്രാഗൺ നീലിന്റെ ബോഡിയിലേക്ക് അങ്ങ് കയറുകയും ചെയ്തു. ആ നിമിഷം തന്നെ നീലിന്റെ നെറ്റിലുണ്ടായിരുന്ന ആ സ്പന്ദനം അങ്ങ് നിലയ്ക്കുകയും ചെയ്തു. ഇതൊക്കെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനിടയിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോ താഴെ തറയിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുകയാണ് ക്യൂലിൻ. ക്യൂലിന്റെ ഒരു കൈ പോയിരിക്കുകയാണ്. മറു കൈ കൊണ്ട് ആ സെക്ഷൻ മാസ്റ്റർ സല്യൂട്ട് ചെയ്ത ക്യൂലിൻ സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, സെക്ഷൻ മാസ്റ്റർ ക്ഷമിക്കണം, ഇവൻ അതിക്രമിച്ച് കയറിയപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവൻ എന്റെ കൈവര് മുറിച്ചിരിക്കുകയാണ്. സെക്ഷൻ മാസ്റ്റർ ഇവനെ എത്ര പെട്ടെന്ന് കൊല്ലണം. അതിന് മറുപടിയായി ആ ഹോളി ഹെർബ് വാലിയിലെ സെക്ഷൻ മാസ്റ്റർ
ക്യുരിനോട് ചോദിച്ചു, ആര് പറഞ്ഞിട്ട് നീ ഈ ചെറുപ്പക്കാരനെ അറ്റാക്ക് ചെയ്തത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സെക്ഷൻ മാസ്റ്റർ ഉറക്കെ എല്ലാവരോടായി പറഞ്ഞു, ഈ നിമിഷം മുതൽ ക്യുരിൻ ഈ ഹോളി ഹെൽപ്പ് വാലിയുടെ ഭാഗമല്ല. ഇവിടുന്ന് ഈ നിമിഷം പുറത്താക്കുകയാണ്. പിന്നെ മിസ് ഗ്രിയെ ആക്രമിച്ച ഈ 3 സുപ്രീം എംബേഴ്സിനെയും ഞാൻ ഒരു സ്റ്റെപ്പ് താഴേക്ക് താഴ്ത്തുകയാണ്. അവരുടെ അധികാരത്തിൽ കുറവ് വരും. അവരുടെ അധികാരം ഞാൻ എടുത്തു കളയുകയാണ്. ആ ഹോളി ഹെൽപ്പ് സെക്ഷനിലെ സെക്ഷൻ മാസ്റ്റർ വാക്കുകൾ അവസാനത്തെ വാക്കുകളാണ്. പെട്ടെന്ന് അവിടേക്ക് അതിക്രമിച്ച് കയറിയ ആ ചെറുപ്പക്കാരൻ അനുകൂലമായി ആ സെക്ഷൻ മാസ്റ്റർ ഈ ശൈലിയിൽ ഇടപെടുമെന്ന് അവിടെ ആരും വിചാരിച്ചിരുന്നില്ല. ആ ഇടപെടൽ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, വന്ന ചെറുപ്പക്കാരൻ ഒരു സാധാരണക്കാരനല്ല. നീൽഗിരി വല്ലാത്തൊരു അത്ഭുതത്തോടെ ആ സെക്ഷൻ മാസ്റ്റർ നോക്കുമ്പോൾ ആ സെക്ഷൻ മാസ്റ്റർ യുവിനെ അടുത്തേക്ക് വിളിച്ചു. യു, ഇവിടെ വാ. അവൾ ലേശം ഭയത്തോടെ ആ സെക്ഷൻ മാസ്റ്റർ അടുത്ത് വന്നിട്ട് അവരോടായി പറഞ്ഞു, സെക്ഷൻ മാസ്റ്റർ, ഇതാണ് മിസ്റ്റർ നീൽഗിരി. അങ്ങ് പറഞ്ഞിട്ടില്ലേ ഒരാളെ കുറിച്ച്? ആ ആളെന്ന് കരുതിയ ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. താൻ ചെയ്തു പോയ കാര്യം ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ച് ആ യുവിന് ഒരു വിവരവുമില്ല. അവളുടെ മുഖത്ത് നോക്കുന്ന ആക്കും ആ ഒരു കൺഫ്യൂഷൻ കാണാൻ പറ്റും. സെക്ഷൻ മാസ്റ്റർ അവളോട് പറഞ്ഞു, ഹേ യു, നീ ചെയ്തതാണ് ശരി. ഞാൻ പറയാറുള്ള ആ ആള് ഇദ്ദേഹം തന്നെയാണ്. ശരിക്കും ഇപ്പൊ ഏതാണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് നമ്മുടെ നീൽഗിരിയാണ്. നീലിന് കഥ ഒന്നും മനസ്സിലായില്ല. നീലാണ് കഥയിലെ കഥാപാത്രം എന്ന് നീലിന് അറിയാം, പക്ഷെ എന്താണ് കഥ എന്ന് ചോദിച്ചാൽ അത് നീലിന് അറിയില്ല. നീല് ആ സെക്ഷൻ മാസ്റ്റർ ചോദിച്ചു, ശരിക്കും എന്താ സംഭവം? മിസ്റ്റർ നീൽഗിരി, നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് വരണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സെക്ഷൻ മാസ്റ്റർ യുവിനോടായി പറഞ്ഞു, യു, നീലുമായി എന്റെ പുറകെ വാ. കേൾക്കേണ്ട താമസം യു ഓടിച്ചെന്ന് നീലിന്റെ കൈ പിടിച്ച് ആ സെക്ഷൻ മാസ്റ്റർ പുറകെ നടക്കുകയാണ്. ആ 3 പേരും സെക്ഷൻ മാസ്റ്ററെ ആ ബിൽഡിങ്ങിന് നേരെ നടക്കുമ്പോൾ ആ ഹോളി ഹെൽപ്പ് വാലിയിലെ മുഴുവൻ ആളുകളും നിന്ന സ്ഥലത്ത് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും അവരുടെ കാലുകളിലൂടെ വേരുകളുണ്ടായി. വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി അവർക്ക് അനങ്ങാൻ പറ്റാതായതുപോലെ ഒരു തോന്നൽ അവരെ കാണുന്ന ആർക്കും ഉണ്ടാവും. ഒരാൾ പോലും ചലിക്കുന്നില്ല, കണ്ണിമ പോലും വെട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. എന്താ ഇപ്പൊ സംഭവിച്ചത്? ക്യുരിൻ അവിടുത്തെ സീനിയർ ആയിട്ടുള്ള കക്ഷിയാണ്. ആ ക്യുരിനെ അവിടുന്ന് പുറത്താക്കിയിരിക്കുന്നു. പുറത്താക്കിയതോ ക്യുരിന്റെ കൈ മുറിച്ച ഒരാൾക്ക് വേണ്ടിയാണ്. പിന്നെ സുപ്രീം എംബേഴ്സ് ആയിട്ടുള്ള 3 ആളുകളെ അവരുടെ അധികാരത്തിൽ നിന്ന് സെക്ഷൻ മാസ്റ്റർ ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, ആ ചെറുപ്പക്കാരനോട് സെക്ഷൻ മാസ്റ്റർ വല്ലാത്തൊരു ബഹുമാനം കാണിക്കുന്നുണ്ടെന്ന് ഒരു തോന്നലും ആളുകൾക്കുണ്ട്. നീലിനും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നീല് ആ സെക്ഷൻ മാസ്റ്റർക്കും യുവിനൊപ്പം അവിടെ ബിൽഡിങ്ങിലേക്ക് എത്തി. അവിടെ എത്തിയതും സെക്ഷൻ മാസ്റ്റർ യുവിനോട് പറഞ്ഞു, യു, നീ ഇവിടെ നിൽക്കും, എനിക്ക് മിസ്റ്റർ ഗ്രിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞ് ആ ലേഡി നീലുമായി അകത്തെ മുറിയിലേക്ക് കടന്നു. ആ മുറിയിലേക്ക് കടന്നപ്പോൾ തന്നെ നീൽ ഒരു കാര്യം മനസ്സിലായി, അതൊരു സെക്ലൂഡഡ് ഏരിയ ആണ്. അതീവ സുരക്ഷയുള്ള ഒരു സ്ഥലം. അവിടെ നിന്ന് ഒന്നും പുറത്തേക്ക് പോകത്തില്ല. പുറത്തുനിന്ന് ആർക്കും അവിടെ നടക്കുന്ന കാര്യം അറിയാനും പറ്റില്ല. ഒരു തരത്തിലുള്ള ഡിവിനേഷൻ ആക്ടിവിറ്റിയിലൂടെയും അവിടെ നടക്കുന്ന കാര്യം അറിയാൻ പറ്റില്ല. അത്രയേറെ പ്രൊട്ടക്ഷൻ ആ മുറിക്കുണ്ട്. ആ സ്ത്രീ നീലിനെ ഒന്ന് നോക്കി 2 കൈകളും പുറകിൽ കെട്ടിയിട്ട് നീലിനോട് പറഞ്ഞു, മിസ്റ്റർ നീൽഗിരി, നിങ്ങളുടെ പേര് ഞാൻ എങ്ങനെ മനസ്സിലാക്കി എന്നതായിരിക്കും ഇപ്പോ നിങ്ങളുടെ മനസ്സിലുള്ള ആദ്യത്തെ ചോദ്യം. അതെ, അതാണ് എന്റെ ചോദ്യം നീൽ. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പണ്ട് ഇവിടെ ഈ കുന്നലിനും അനുബന്ധ സ്ഥലങ്ങളിൽ നിന്നുമായി യുദ്ധത്തിന് പോയ 100 മാസ്റ്റേഴ്സിനെ കുറിച്ച് നീലിന് എന്തെങ്കിലും അറിയാവോ? ആ ചോദ്യം ആ ലേഡി ചോദിച്ചതും നീൽ ശരിക്കും ഒന്ന് വിറച്ചു എന്ന് പറയാം. നീലിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്ന് സംസാര ഗ്രേവിയാർഡും അതിനകത്തുള്ള ആ 100 മാസ്റ്റേഴ്സുമാണ്. ആ മാസ്റ്റേഴ്സിനെ കുറിച്ചാണ് ആ ലേഡി ചോദിക്കുന്നത്. അവർക്കിനി ഈ കാര്യങ്ങളൊക്കെ അറിയാമോ? അങ്ങനെ നീൽ ആലോചിക്കുമ്പോൾ നീൽ നോക്കി ചിരിച്ചുകൊണ്ട് ആ ലേഡി പറഞ്ഞു, നീൽ എന്നോടൊപ്പം വാ. അങ്ങനെ പറഞ്ഞ് അവര് മുന്നോട്ട് നടക്കുകയാണ്. ആ പ്രധാന ഹാളിൽ നിന്ന് ഇടതുവശത്തേക്ക് ഒരു കോറിഡോർ ഉണ്ട്. ആ കോറിഡോറിലൂടെ നീലിനെയും കൊണ്ട് അവരെത്തിയത് ഒരു നിലവറയിലേക്കാണ്. അത് വിശാലമായ ഒരു നിലവറയിലാണ് നീലിപ്പോ എത്തിയിരിക്കുന്നത്. ആ നിലവറയിലേക്ക് എത്തിയതും അവര് അവരുടെ കൈ കൊണ്ടൊരു ആക്ഷൻ കാണിച്ചതും അവിടെ വലതു ഭാഗത്തായി തുണി കൊണ്ട് വിരിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് തുണി അങ്ങ് മാറി. അവിടെ നീല് കാണുന്നത് കറുത്ത നിറത്തിലുള്ള ഒരു വലിയ പാറ കഷ്ണമാണ്. ആ പാറക്കഷ്ണം അവിടെ കണ്ടതും നീലിന്റെ ആ പോക്കറ്റിനുള്ളിലെ സംസാര ഗ്രേവിയാർഡ് ശരിക്കും വിറച്ചുറങ്ങി. ആ പാറക്കല്ലും ആ സംസാര ഗ്രേവിയാർഡും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ആ നിമിഷത്തിൽ നീല് മനസ്സിലാവുകയും ചെയ്തു. നീല് അത്ഭുതത്തോടെ ആ പാറക്കല്ലിലേക്ക് നോക്കുമ്പോൾ ആ സെക്ഷൻ മാസ്റ്റർ നീലിനോട് പറഞ്ഞു, നീൽ, ആ കല്ലിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിക്കാൻ പറ്റുമോ നോക്ക്. നീൽ നോക്കുമ്പോൾ എന്തൊക്കെയോ ആ കല്ലിൽ കുറിച്ചിട്ടുണ്ട്. നീൽ അറിയാവുന്ന ഭാഷയൊന്നുമല്ല ആ കല്ലിലുള്ളത്. പ്രാചീന കാലത്തുള്ള എന്തോ ലിപികളാണ്. വളരെ പഴക്കമുള്ള ഒരു കല്ലാണ് അതെന്ന് ആ എഴുത്തോടെ കണ്ടപ്പോൾ നീലിന് മനസ്സിലായി. നീല് ആ എഴുത്ത് വായിക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നതും സെക്ഷൻ മാസ്റ്റർ നീലിനോട് പറഞ്ഞു, അത് വായിക്കാൻ പറ്റുന്നില്ല അല്ലേ, ഞാൻ സഹായിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കല്ലിന്റെ അടുത്തെത്തിയ ആ ലേഡി അവിടെ ചൂണ്ടുവിരൽ ഒന്ന് ഞെക്കി പിടിച്ചതും
കയ്യിൽ ഒരു തുള്ളി രക്തം വന്നു. ആ രക്തം അവർ ആ ഫലകത്തിന് മുകളിലും തൊട്ടു. പെട്ടെന്ന് ആ രക്തം ആ ഫലകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങിയാണ്. സാധാരണഗതിയിൽ ഒരു വരിയിലൂടെ താഴേക്ക് പോകേണ്ട ആ രക്തം ആ ഫലകം മുഴുവൻ അങ്ങ് നിറഞ്ഞു. ആ ഫലകം മുഴുവൻ ആ രക്തമായതും അതിനകത്ത് കാണുന്ന ചില വാക്കുകൾ നീലിന് വായിക്കാൻ പറ്റുന്നുണ്ട്. നീൽ അറിയാവുന്ന ഭാഷയിലേക്ക് ആ ഫലകത്തിലെ ഭാഷ മാറിയിരിക്കുകയാണ്. അതിനകത്തുനിന്ന് നീലിന് വായിച്ചെടുക്കാൻ പറ്റിയത് ചില വാക്കുകളാണ്. അതിലൊന്ന് നീൽ ഗ്രി എന്ന വാക്കാണ്. മറ്റൊരു വാക്ക് സംസാര എന്നാണ്. സംസാര ഗ്രേവിയാർഡ് എന്ന വേർഡ് നീൽ അറിയാം. നീല് കുറെ നാളുകളായി അത് കേൾക്കുന്നതാണല്ലോ. ആ സംസാരിയും ഈ എഴുതിയിരിക്കുന്ന വേർഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് മാത്രമല്ല, ആ ഫലകത്തിൽ നീൽഗിരി എന്ന പേര് എങ്ങനെ കടന്നു വരും? ആ ഫലകത്തിൽ പിന്നെയും ചില വാക്കുകൾ നീലിന് അറിയാം. കുലൻ മൗണ്ടൻ എന്നും ഗ്രീവ്സ് എന്നും ഒക്കെ അതിനകത്ത് വായിക്കാൻ പറ്റും. ആ കല്ലിലേക്ക് അമ്പരന്ന് നോക്കി നിൽക്കുന്ന നീലിനോടായി ആ സെക്ഷൻ മാസ്റ്റർ പറഞ്ഞു, നീൽ, എന്നെ സെക്ഷൻ മാസ്റ്റർ എന്നൊന്നും വിളിക്കണ്ട, എന്നെ സീനിയർ റൂ എന്ന് വിളിച്ചു. എന്റെ പേര് റുവാൻ എന്നാണ്. സീനിയർ റൂ, എന്താ ഇതിലേക്ക് അടിസ്ഥാനം? നീൽ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും ആ ലേഡി ചിരിച്ചുകൊണ്ട് നീലിനോട് പറഞ്ഞു, നീൽ, ഈ കാണുന്ന ഫലകം ഈ ഭൂമിയിലുള്ളതല്ല. ഇത് ബഹിരാകാശത്ത് നിന്ന് ഇവിടേക്ക് വീണതാണ്. ഇവിടേക്ക് ഈ ഫലകം മാത്രമല്ല വീണത്, 5 ഫലകങ്ങൾ ഇവിടെ വീണിട്ടുണ്ട്. അതിലൊരെണ്ണം ഇതാണ്. രണ്ടാമത്തത് ഈ കുലൻ മലനിരകളിലെ ഗ്രീവ്സ് കുടുംബത്തിന്റെ പൂമുഖത്താ വീണത്. 3 എണ്ണം എവിടെ വീണുവെന്ന് ആർക്കും അറിയില്ല. ഞാൻ ആ രണ്ടാമത്തെ ഫലകം കാണാൻ വേണ്ടി ആ ഗ്രീവ്സ് കുടുംബത്തിൽ ചെന്നിരുന്നു. പക്ഷെ അവിടെ നിന്ന് അത് ആരും ഹക്സിലേക്ക് കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റാത്തത്. നീൽ, ഈ ഫലകത്തിൽ ഞാൻ നീൽഗിരി എന്ന പേര് വായിച്ചെടുക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. ഞാൻ ആ പേരുകാരനെ തിരക്കി ഒരുപാട് നാള് ഈ കുല്ലലിൽ അലഞ്ഞിട്ടുണ്ട്. ആ ആളെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. നിന്നെ ഇപ്പൊ ഇവിടെ കാണുമ്പോൾ ഈ ഫലകത്തിൽ എഴുതിയിരിക്കുന്ന പേരുകാരനും നീയും ഒരാളാണെന്ന് എനിക്ക് തോന്നുകയാണ്. നിന്നെ കണ്ടപ്പോൾ നിനക്ക് ചുറ്റും ഇമോർട്ടൽ ഫ്ലെയിംസ് ഉണ്ടായിരുന്നു, ഡിവൈൻ ലൈറ്റ്നിങ് ഉണ്ടായിരുന്നു, ബ്ലഡ് ഡ്രാഗൺ ഉണ്ടായിരുന്നു, പിന്നെ ഡീമൺ എനർജി. ഞാൻ വായിച്ചെടുത്ത ഫലകത്തിൽ ഞാൻ കാണുന്ന ആള് നീൽഗിരി ആണെന്നും ആ നീൽഗിരിക്ക് ഞാൻ കാണുമ്പോൾ ഇതുപോലുള്ള പ്രത്യേകതകൾ ഉണ്ടാകുമെന്നും സൂചന ഉണ്ടായിരുന്നു. ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. നീൽ, ശരിക്കും ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് കാത്തിരിക്കുന്നത് എന്ന ചോദ്യം നിന്നെ അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. നീൽ, പണ്ട് ഈ കുല്ലൻ ഒരു വലിയ യുദ്ധത്തിന് സാക്ഷിയായിട്ടുണ്ട്. കുല്ലൻ മാത്രമല്ല, മറ്റ് പല പ്രതലങ്ങളും. ആ യുദ്ധത്തിന്റെ ശേഷിപ്പായി ഇപ്പോൾ ബാലൻസ് ഉള്ളത് ഇവിടെ ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ആ 6 യോദ്ധാക്കളും പിന്നെ ഹാൻ ജോബ്സുമാണ്. ഹാൻ ജോബ്സ് ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിനകത്താ താമസിക്കുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിലെ 6 പേരും അതീവ ശക്തരൊന്നുമല്ല. അവരെ അവസാനിപ്പിക്കാൻ അത്ര ബുദ്ധിമുട്ടുമില്ല. പക്ഷെ 1.5 കൊല്ലം കഴിയുമ്പോൾ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിൽ നിന്ന് യഥാർത്ഥ ആളുകൾ എത്തും. അവർക്ക് നമ്മൾ 100 സുപ്രീം എംപറർ ലെവലിലെ യോദ്ധാക്കളെ കൊടുക്കണം. എത്രയോ കാലങ്ങളായി ഓരോ 50 കൊല്ലം കൂടുമ്പോഴും അങ്ങനെ നമ്മൾ നമ്മുടെ ടാലന്റിനെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വലിയ രഹസ്യമാണ്. അതേസമയത്ത് ഈ രഹസ്യം പുറത്തറിയാതെയാണ് സുപ്രീം എംപേഴ്സിനെ അതാത് സെക്ഷനുകൾ വാർത്തെടുക്കുന്നത്. അങ്ങനെ വാർത്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സെക്ഷൻ ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ വരവ് കഴിയുമ്പോൾ അവസാനിക്കും. അതറിയാവുന്നതുകൊണ്ടാണ് ഏറ്റവും ശക്തരായ യോദ്ധാക്കളെ സൃഷ്ടിക്കാൻ ഓരോ സെക്ഷനും ശ്രമിക്കുന്നത്. നീൽ, ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ നിന്നോട് പറയുന്നു എന്ന് ഒരു സംശയം എനിക്ക് തോന്നാം. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച ആ വ്യക്തി നീ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നിനക്ക് അസംഭവമായി ഒന്നുമില്ല. ഈ ലോകം നിനക്കൊപ്പം നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നീൽ, നീ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പായും പല മാന്ത്രികതകളും നിന്റെ കൈവിരലാൽ സംഭവിക്കും. മന്ത്രത്താൽ എന്ന പോലെ നീ ഈ ലോകത്തെ കീഴ്പ്പെടുത്തും. അതെനിക്ക് ഉറപ്പാണ്. അതിനുവേണ്ടിയാ ഞാൻ നിനക്ക് വേണ്ടി ഈ കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ലേഡി മിസ് റുവാന എന്ന മിസ് റൂ നീലിന് ഒരു ബോക്സ് കൊടുത്തു. നീൽ ആ ബോക്സ് തുറന്നേ. നീൽ ആ ബോക്സ് തുറന്നപ്പോൾ അതിനകത്ത് സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഡ്രസ്സ് ഇരിക്കുകയാണ്. നീലോടായി മിസ് റൂ പറഞ്ഞു, നീൽ, ആ ഡ്രസ്സ് നിനക്കുള്ളതാണ്, അത് ഇപ്പൊ തന്നെ ധരിക്കണം. കേൾക്കേണ്ട താമസം നീൽ ആ ഡ്രസ്സ് എടുത്ത് ധരിച്ചു. ആ ഡ്രസ്സ് ധരിച്ചതും നീലിന്റെ ബോഡിക്ക് ചുറ്റുമായി ആ ഡ്രസ്സ് അങ്ങനെ തിളങ്ങിയ ആ നിമിഷത്തിനെ അങ്ങ് പെട്ടെന്ന് ആ ഡ്രസ്സ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. നീൽ പക്ഷേ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്, താൻ ആ ഡ്രസ്സ് അണിഞ്ഞിരിക്കുന്ന ഫീല് നീലിനുണ്ട്. പക്ഷെ പുറത്തു നിൽക്കുന്ന ഒരാൾക്കും ആ ഡ്രസ്സ് ഇപ്പോൾ കാണാൻ പറ്റില്ല. നീൽ, ഈ അദൃശ്യമായ ഈ ഡ്രസ്സ് ഏറ്റവും ശക്തരായ സുപ്രീം എംപറർ ലെവലിലെ ഒരു യോദ്ധാവിന്റെ അറ്റാക്കിനെ തടുക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. പക്ഷേ ഒരു തവണയെ തടുക്കാൻ പറ്റും. പിന്നീട് തടുക്കണമെങ്കിൽ ഈ ഡ്രസ്സ് കുറെ കൂടി ചാർജ് ചെയ്യപ്പെടണം. 20 മണിക്കൂറെങ്കിലും വേണം ഈ ഡ്രസ്സിന് വീണ്ടും പവർ വീണ്ടെടുക്കാൻ. അതിനുശേഷം അവര് രണ്ടാമതൊരു ബോക്സ് നൽകി. ആ ബോക്സിനകത്ത് ഒരു ചെറിയ ലോക്കറ്റ് ഉണ്ട്. ആ ലോക്കറ്റിലേക്ക് നീൽ നോക്കി കണ്ടതും സെക്ഷൻ മാസ്റ്റർ റൂ നീലിനോട് പറഞ്ഞു, നീൽ,
ആ ലോക്കറ്റിനകത്ത് എൻ്റെ ഒരു തുള്ളി രക്തമുണ്ട്, അതോടൊപ്പം എൻ്റെ പവർ. തികച്ചും ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സമയത്ത് ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നീലിനെ ആ ലോക്കറ്റ് സഹായിക്കും. അതൊന്ന് ഞെരിച്ചു പിടിച്ചാൽ എൻ്റെ പവർ നീലിൻ്റെ പവറായി മാറും. നീലിന് അത്യാവശ്യം സമയങ്ങളിൽ അത് ഉപയോഗപ്പെടും. വളരെ വളരെ അമൂല്യമായ ഒരു കാര്യമാണ് നീലിന് കിട്ടിയിരിക്കുന്നത്. ബാക്കി 3 ബോക്സുകളിലേക്കും നീൽ നോക്കുമ്പോൾ നീലിനോടായി ആ ലേഡി പറഞ്ഞു, നീൽ, ഈ ബോക്സുകളിൽ ശരിക്കും അത്യാവശ്യ സമയത്ത് നിനക്ക് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ അത് തുറക്കണ്ട. അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ തുറന്നാൽ മതി. അങ്ങനെ സെക്ഷൻ മാസ്റ്റർ റൂ തീർത്തു പറഞ്ഞതും നീൽ ആ ബോക്സുകളെല്ലാം കൂടി നീലിന്റെ സംസാര ഗ്രേവിയാർഡിനകത്തേക്ക് മാറ്റി. നീൽഗിരി, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ 1.5 കൊല്ലം കഴിഞ്ഞുള്ള ആ അറ്റാക്കിനെ തടുക്കുക എന്നുള്ളതാണ്. എത്രയോ നാളുകളായി ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ഈ മിസ്റ്റിക് വേൾഡിനകത്ത് തന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ്. ശത്രുവിന്റെ പാളയത്തിൽ തന്നെ തങ്ങുന്നതാണ് എപ്പോഴും സുരക്ഷിതത്വം എന്ന് ഞങ്ങൾക്ക് അറിയാം. അതാണ് അതിന്റെ കാരണം. പിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനാണ്. ഞങ്ങളുടെ ലക്ഷ്യം ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിന് ഒരു മറുപടി നൽകുക എന്നുള്ളതാണ്. അവര് നമ്മുടെ കുള്ളൻ മലനിരകളിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്ക് ഒരു അന്തവും അറുതിയുമില്ല. കൂട്ടക്കുരുതികളാണ് അവർ നടത്തിയത്. ആ കൂട്ടക്കുരുതികൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നീൽ, നിന്നിലൂടെ ഈ കുള്ളൻ മലനിര അതിന്റെ പ്രതാപം വീണ്ടെടുക്കുമെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുകയാണ്. കുറെ നേരമായിട്ട് ആ സ്ത്രീ ഇങ്ങനെ സംസാരിക്കുകയാണ്. നീൽ അതൊക്കെ കേട്ട് നിൽക്കുകയാണ്. നീൽ ശരിക്കും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്തിന് തന്നെ സെലക്ട് ചെയ്യണം. റിവർ സിറ്റിയിലെ ഒരു സാധാരണക്കാരനായി വളർന്ന നീല് ഇപ്പോ ഇത് തികച്ചും അപരിചിതമായ ഒരു സ്ത്രീയുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷെ ആ സ്ത്രീ നീലിനെ കാണുന്നതിനും കേൾക്കുന്നതിന് മുമ്പ് തന്നെ നീലിന്റെ പേര് അറിഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീ നീലിന് വേണ്ടി പലതും സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഹോളി ഹെർബ് വാലി ശരിക്കും ശക്തമായ ഒരു സംവിധാനമാണെന്ന് നീലിന് അവിടെ കടന്നപ്പോഴേ അറിയാം. അവര് പോലും കാത്തിരിക്കുന്നത് നീൽഗിരിക്ക് വേണ്ടിയാണ്. ഒരുപാട് പ്രതീക്ഷകൾ തന്നിൽ ചുറ്റിപ്പറ്റിയുണ്ട്. തന്നെ കൊണ്ട് ഇതൊക്കെ നടപ്പിലാക്കി കൊടുക്കാൻ പറ്റുമോ? ആദ്യമായി അങ്ങനെ ഒരു സംശയം ഇപ്പോൾ നീലിന് തോന്നുകയാണ്. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷേ ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട്. തന്റെ കൊക്കിന് ഒതുങ്ങുന്നതല്ലേ താൻ പ്ലാൻ ചെയ്യുന്നത്? ആ ഒരു ചോദ്യം നീലിന്റെ ഉള്ളിലുണ്ട്. നീലിന്റെ കൺഫ്യൂഷൻ കണ്ടിട്ടാകണം മിസ് റൂ നീലിനോട് പറഞ്ഞു, നീൽ, കൂടുതൽ ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എപ്പോഴും കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ ശ്രമിക്കണം. നീലിനോട് ആ കാര്യം പറഞ്ഞില്ലെങ്കിലും നീൽ അത് ചെയ്യും. കൂടെ നിൽക്കുന്ന ആളെ ഒറ്റ കൊടുക്കുന്ന ഒരു പരിപാടി എന്തായാലും നീലിനില്ല. നീൽ ആ കാര്യം അങ്ങനെ തന്നെ മിസ് റൂവിനോട് പറഞ്ഞു. അത് കേട്ടതും മിസ് റൂ നീലിനോട് പറഞ്ഞു, നീൽ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. സീനിയർ, എന്ത് റിക്വസ്റ്റാ അങ്ങേക്ക് എന്നോട് പറയാനുള്ളത്? നീൽ, എനിക്ക് പറയാനുള്ളത് എൻ്റെ യുവിനെ കുറിച്ചാണ്. യുവിനെ കുറിച്ചാണെന്ന് കേട്ടപ്പോ നീലിനൊരു അതിശയം. അല്ല, യുവിന് എന്ത് പറ്റി? നീൽ, യു യഥാർത്ഥത്തിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. പണ്ട് ഒരു യുദ്ധ സമയത്താണ് ഞാൻ ആദ്യമായി അവളെ കാണുന്നത്. അവളുടെ അമ്മ അവളെ പ്രസവിച്ച് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവളെ കാണുന്നത്. ആ യുദ്ധത്തിൽ അവളുടെ അമ്മ മരിച്ചോ ജീവിച്ചോ എന്നോ എനിക്കിപ്പോൾ അറിയില്ല. പക്ഷെ അന്ന് മുതൽ അവളെ ഞാൻ എടുത്തു വളർത്തിയത്. അവളെക്കുറിച്ച് പഠിക്കാനും അന്ന് അവിടെ ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന അവളുടെ അമ്മയും അച്ഛനെയും അറിയാനും ഒക്കെ ഞാൻ പിന്നീട് ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. നീൽ, എനിക്ക് വേണ്ടി നീ അവരിലേക്ക് എത്തണം. സീനിയർ എന്തൊക്കെയായി പറയുന്നത്? നീൽ, യു ഒരു മിസ്റ്റീരിയസ് പെൺകുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവളുടെ അച്ഛനും അമ്മയും അതുപോലെ മിസ്റ്റീരിയസ് ആണ്. അവർ മനഃപൂർവ്വം എൻ്റെ അടുത്തേക്ക് എത്തുകയും യുവിനെ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ തിരിഞ്ഞാലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അവര് എവിടെ നിന്നാണ് ആ യുദ്ധസ്ഥലത്തേക്ക് വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, യു ഒരു മിസ്റ്റീരിയസ് പെൺകുട്ടിയാണ്. അവര് 2ാമത്തെ തവണയാണ് മിസ്റ്റീരിയസ് പെൺകുട്ടിയാണ് യു എന്ന് പറയുന്നത്. അത് കേട്ടതും നീൽ ചോദിച്ചു, സീനിയർ, എന്താ അങ്ങനെ പറയുന്നത്? നീൽ, യുവിന്റെ ബ്ലഡ് ലൈൻ അതാണ് അവളെ മിസ്റ്റീരിയസ് ആക്കുന്നത്. അവളുടെ ബ്ലഡ് ലൈൻ എന്താ പ്രശ്നം? അവളുടെ ബ്ലഡ് ലൈനിന് പ്രശ്നമൊന്നുമില്ല. അവളുടെ ബ്ലഡ് ലൈൻ യഥാർത്ഥത്തിൽ ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ അതേ ബ്ലഡ് ലൈൻ ആണ്. കുലൻ മലനിരകളിലെ സകല ആളുകളുടെ ശത്രു ആരാണോ ആ ആളാണ് ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻ. ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ അതേ ബ്ലഡുള്ള യു സ്വാഭാവികമായിട്ട് കുലനിലെ ആളുകൾക്ക് ശത്രു ആകേണ്ടതാണ്. ശരിക്കും ഒരു അമ്പരപ്പ് അത് കേട്ടപ്പോൾ നീലിന്റെ മുഖത്തുണ്ടായി. നീൽ അതിശയത്തോടെ ആ സീനിയർ റൂവിനെ നോക്കുമ്പോൾ റുവാൻ നീലിനോട് പറഞ്ഞു, നീൽ, അത് പക്ഷേ അവൾക്ക് അറിയത്തില്ല. അത് അവൾ അറിയാനും പാടില്ല. അവൾ അത് ചിലപ്പോൾ ഭാവിയിൽ അറിഞ്ഞേക്കാം. ഇപ്പൊ വേണ്ട. നീൽ, എനിക്ക് നീലിനോട് അപേക്ഷിക്കാനുള്ളത് ഒരു സിമ്പിൾ കാര്യമാണ്. ഇന്നു മുതൽ നീല് അവളെ കൂടെ കൂട്ടണം. ഹേയ്, അതെങ്ങനെ ശരിയാവും?
ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നീൽ, എനിക്കത് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് യുവിനെ വിശ്വസിച്ചേൽപ്പിക്കാൻ വേറൊരാളില്ല. എനിക്ക് നിങ്ങളിൽ വല്ലാത്തൊരു വിശ്വാസമുണ്ട്. നീൽഗിരി എന്ന ചെറുപ്പക്കാരനിൽ ആ ഹോളി ഹെർബ് വാലിയുടെ ആ സെക്ഷൻ മാസ്റ്റർ കാണിക്കുന്ന ആ ഒരു വിശ്വാസം, അതാണ് അവിടെ പ്രകടമാകുന്നത്. നീല് അല്പനേരം നിശബ്ദനായി നിന്നിട്ട് അവരോട് പറഞ്ഞു, ഓക്കെ, അവള് നല്ല പെൺകുട്ടിയാണ്. ഞാൻ എന്നും അവൾക്ക് ജ്യേഷ്ഠ സ്ഥാനത്തുണ്ടാവും. അവളെ ഞാൻ സംരക്ഷിച്ചോളാം. നീല് വളരെ ആലോചിച്ചുറച്ചിട്ടാണ് ആ മറുപടി പറഞ്ഞത്. നീല് അവിടെ ആ ഗുഹയിൽ ബ്രേക്ക് ത്രൂ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീലിനെ അറ്റാക്ക് ചെയ്യാനായി ആ പാമ്പ് ശ്രമിച്ചപ്പോൾ ആ പാമ്പിനെ നിലയ്ക്ക് നിർത്തിയതും നീലിന്റെ ആ ബ്രേക്ക് ത്രൂ ഘട്ടങ്ങൾ മുഴുവൻ കഴിയുന്നവരെയും നീലിനെ കാവൽ നിന്നതും അതേ യു ആണ്. അവളുടെ ഉള്ളിൽ ഒരു നന്മയുണ്ട്. ആ നന്മ താൻ കാണാതിരുന്നാൽ അത് ശരിയാകില്ല എന്ന് തോന്നിയത് കൊണ്ടുകൂടിയാണ് നീല് ആ ഡയലോഗ് പറഞ്ഞത്. നീല് പറഞ്ഞത് കേട്ടതും ആ സെക്ഷൻ മാസ്റ്റർ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം. അവരുടെ മുഖത്തെ ആ സന്തോഷം നീലും കണ്ടു. നീലിനോടായി അവർ പറഞ്ഞു, വാ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അവർ രണ്ടുപേരും കൂടി പുറത്തെ ഹാളിലോട്ട് ഇറങ്ങിയതും ആ റുവാൻ ഉറക്കെ വിളിച്ചു, യു അകത്തേക്ക് വാ. ആ പ്രധാന ഹാളിന്റെ പുറത്ത് നിൽക്കായിരുന്ന യു ഉടൻ തന്നെ അകത്തേക്ക് വന്നു. ശരിക്കും യു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അകത്ത് എന്താണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അകത്തേക്ക് വന്നുടൻ റുവാൻ യുവിനോട് ചോദിച്ചു, യു, ഞാൻ നിനക്ക് ആലോചിക്കാൻ 5 മിനിറ്റ് സമയം തരാം. 2 ഓപ്ഷനാണ് നിനക്കുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ, ഇപ്പോഴത്തെ പോലെ നീ എന്നോടൊപ്പം ഇവിടെ ഈ ഹോളി ഹെർബ് വാലിയിൽ തുടരുക. 2, ഈ നിൽക്കുന്ന നീൽഗിരിക്കൊപ്പം പുറം ലോകത്തേക്ക് പോവുക. ഇവിടെ നീ സുരക്ഷിതയാണ്, പക്ഷെ പുറം ലോകം അങ്ങനെ അല്ല. ഇനി നീയാണ് മറുപടി പറയേണ്ടത്. നീ സമയമെടുത്ത് പറഞ്ഞാൽ മതി. 5 മിനിറ്റ് ആലോചിക്കും. അങ്ങനെ ആ സെക്ഷൻ മാസ്റ്റർ റുവാൻ പറഞ്ഞ് ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും ആ പെൺകുട്ടി റുവാനോട് പറഞ്ഞു, മാസ്റ്റർ, ഞാൻ തീരുമാനിച്ചു. ഞാൻ മിസ്റ്റർ ഗ്രീക്കൊപ്പം പോകാമെന്ന് ഞാൻ കരുതുന്നത്. ഇന്ന് മാത്രം പരിചയപ്പെട്ട ആ ചെറുപ്പക്കാരനൊപ്പം പോകാൻ അവള് താല്പര്യം കാണിച്ചപ്പോൾ മിസ് റുവാൻ ഒന്ന് ചിരിച്ചു. യു, നീ ശരിയായ തീരുമാനമാണ് എടുത്തത്. വാ, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാം. അങ്ങനെ പറഞ്ഞ ആ യുവിനെ മാറ്റി നിർത്തി റുവാൻ ചില കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. നീല് ഈ സമയത്ത് ആ മുറിയുടെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. അതിവിശാലമാണ് ഈ ഹോളി ഹെർബ് വാലി എന്ന് പറയുന്നത്. ശരിക്കും വളരെ വിശാലമായി കിടക്കുന്ന ആ വാലിയിൽ ഒരുപാട് നദികളും അതുപോലെ മലകളും ഒക്കെ ഉണ്ട്. ധാരാളം മെഡിസിനൽ പ്ലാന്റ്സ് അവർ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നീല് കണ്ട ആ തോട്ടം മാത്രമല്ല അവിടെ ഉള്ളത്, ഒരുപാട് തോട്ടങ്ങളുണ്ട്. നീല് കൗതുകത്തോടെ അതങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീലിന്റെ അടുത്തേക്ക് ആ മിസ് റോ മടങ്ങിയെത്തി. ഈ സമയത്ത് അവരുടെ കയ്യിൽ ഒരു കോൾഡൻ ഉണ്ട്. നീൽ, ഈ കോൾഡൻ ഇവിടെ എന്റെ കൈവശം വന്നു ചേർന്നിട്ട് ഒരുപാട് നാളായി. ഞാനൊരു ആൽക്കമിസ്റ്റ് അല്ല, അതുകൊണ്ടാണ് ഞാനിത് നീലിന് തരുന്നത്. നീൽ ആൽക്കമിസ്റ്റ് ആണെന്ന് അവർ മനസ്സിലാക്കിയോ എന്നത് സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. പക്ഷെ നീലിന്റെ മുഖത്ത് വല്ലാത്തൊരു ആവേശം. അതൊരു ഡിവൈൻ കോൾഡനാണ്, ഒരു അടിപൊളി ആൽക്കമി സ്റ്റൗ. ആ സ്റ്റൗ കയ്യിലുണ്ടെങ്കിൽ അതീവ ശക്തിയുള്ള മരുന്നുകൾ അനായാസമായി ഉണ്ടാക്കാൻ പറ്റും. നീല് സന്തോഷപൂർവ്വം ആ കോൾഡൻ ഏറ്റുവാങ്ങിയിട്ട് മിസ് റുവാനോട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് മിസ് ഹാൻ ജോബ്സിനെ കാണാനാണ്. അദ്ദേഹമാണല്ലോ അന്നത്തെ ആ ഏഷ്യൻ വാറിൽ ജീവനോട് രക്ഷപ്പെട്ട ഏക കക്ഷി. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. നീൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക ടൈപ്പാണ്. അദ്ദേഹത്തെ കാണാൻ സാധാരണഗതിയിൽ അദ്ദേഹം ആരെയും അനുവദിക്കത്തില്ല. പക്ഷേ അതും മൂഡിനനുസരിച്ച് മാറും. ഞാൻ പോലും അദ്ദേഹത്തിന് മൂഡ് മോശമാണെങ്കിൽ അടുത്തേക്ക് പോകാറില്ല. നീലിനെ ഞാൻ അവിടെ എത്തിക്കാം, അദ്ദേഹത്തിന്റെ വസതി സ്ഥിതി ചെയ്യുന്ന ആ മലയുടെ അടുത്ത്. അതിനുശേഷം അദ്ദേഹവുമായി കൂടിക്കാഴ്ച ഒരുക്കുന്നതൊക്കെ നീലിന്റെ കപ്പാസിറ്റി പോലെ ഇരിക്കും. എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹാനോട് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല. ഹാൻ ജോബ്സ് ഒരു ഇതിഹാസമായി കുളൻ മലനിരകളിൽ എല്ലാവരും പറയുന്ന പേരാണ്. അന്നത്തെ പുരാതന യുദ്ധത്തിൽ ഹാൻ ജോബ്സിനെ പിടികൂടിയ ആ ബ്ലഡ് സ്പിരിറ്റുകളാൻകാർ സകല ആളുകളും കാണുകയും ഹാൻ ജോബ്സിനെ അപമാനിച്ചത് ആളുകൾ മറന്നിട്ടില്ല. അത് കഥകളായി ഇങ്ങനെ തലമുറകളിലൂടെ പടർന്നു വരികയാണ്. ആ ഹാൻ ജോബ്സ് അതിനുശേഷം ഇൻഡിഫറൻ്റ് ആയിട്ടാണ് പെരുമാറുക എന്ന് ആളുകൾ കേട്ടിട്ടുണ്ട്. ഒരാളെയും അടുപ്പിക്കാതെ അദ്ദേഹം ഒറ്റയ്ക്ക് എവിടെയോ ആണെന്നാണ് കഥ. അദ്ദേഹത്തെ കണ്ട ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ അദ്ദേഹം ജീവനോട് ഉണ്ടെന്നുള്ള കഥ എപ്പോഴും ആളുകൾ കേൾക്കുന്നുണ്ട്. ആ ആളെ മജ്ജയിലും മാംസത്തിലും കാണാൻ തനിക്കൊരു അവസരം കിട്ടാൻ പോവുകയാണെന്ന് ആ സെക്ഷൻ മാസ്റ്റർ പറഞ്ഞു കേട്ടപ്പോൾ നീലിന് മനസ്സിലായി. എന്തായാലും നീലിനെയും യുവിനെയും അവരെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു മുറിയിലേക്കാണ്. ആ മുറിയിൽ അവർ കയറിയ വാതിലല്ലാതെ മറ്റൊരു വാതിൽ കൂടിയുണ്ട്. ആ വാതിലിന്റെ അടുത്തേക്ക് നടന്നെത്തിയ സെക്ഷൻ മാസ്റ്റർ റുവാൻ നീലിനോട് പറഞ്ഞു, നീൽ, ഈ വാതിലിൽ ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഗവേഷണ ഫലമായിട്ട് ഞാൻ ബിൽഡ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. അതൊരു ടെലിപോർട്ട് സംവിധാനമാണെന്ന് പറയാം. ആ പ്ലാറ്റ്ഫോം നിങ്ങളെ മിസ്റ്റർ ഹാനുള്ള ആ മലയുടെ അടിവാരത്തെത്തിക്കും. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നീലിന്റെ കയ്യിലായിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ആ വാതിൽ തുറന്നതും നീലും യുവും ആ
വാതിൽ വഴി ആ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു. അനവധി ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന ചുറ്റും കമ്പിവേലികളുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് അവരെത്തിയിരിക്കുന്നത്. ഒരു ലിഫ്റ്റിന്റെ ശൈലി അത് കാണാനുണ്ട്. ഒരു ഗ്ലാസ് ജാറാണെന്ന് പറയാതെ ആ പ്ലാറ്റ്ഫോമിന് ചുറ്റുമുള്ള ഗ്ലാസ് ജാറിലേക്ക് കൗതുകത്തോടെ നീല ഇങ്ങനെ നോക്കുമ്പോൾ ആ ഗ്ലാസ് ജാർ ഒന്ന് പ്രകാശിച്ചു. അടുത്ത നിമിഷത്തിൽ ആ ജാർ അതിവേഗം വായുവിലൂടെ പായുകയാണ്. അതൊരു പ്രത്യേക ദിശയിലേക്കാണ് പായുന്നത്. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞതും ആ ഗ്ലാസ് ജാറ് ഒരു മലയുടെ അടിവാരത്തെത്തി. അവിടെ അത് ലാൻഡ് ചെയ്തതും നീലും യുവും ആ ഗ്ലാസ് ജാറിൽ നിന്ന് പുറത്തിറങ്ങി. പെട്ടെന്ന് ആ ഗ്ലാസ് ജാറിന്റെ വാതിൽ അടഞ്ഞു. അടുത്ത നിമിഷത്തിൽ അത് വന്നതുപോലെ തിരിച്ചു പോവുകയാണ്. ഒരു ടെലിപ്പോർട്ടേഷൻ മെക്കാനിസം ആ ഹോളി ഹെർബ് വാലിയിൽ അതിമനോഹരമായി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആധുനിക ശാസ്ത്രത്തോട് കിടപിടിക്കുന്ന അടിപൊളി ഒരു സംവിധാനം. നീലിന് അങ്ങനെ അതിനെ പറയാൻ പറ്റും. നീല കൗതുകത്തോടെ വന്ന സ്ഥലം നോക്കുമ്പോൾ തൊട്ടു മുന്നിലായി ഒരു വലിയ മല കാണുകയാണ്. ആ മലയിലാണ് ഹാൻ കുടുംബത്തിലെ ആ ഹാൻ ജോബ്സ് താമസിക്കുന്നത്. അക്കാര്യം ഇപ്പോൾ നീലിനെ അറിയാം. നീല് കൂടെയുള്ള പെൺകുട്ടിയോട് പറഞ്ഞു, മിസ് യു, നമുക്ക് മുകളിലേക്ക് കയറാം. അങ്ങനെ നീല് പറഞ്ഞതും ആ യു നീലോട് പറഞ്ഞു, മിസ് ഗ്രീ, എന്നെ എപ്പോഴും ഇങ്ങനെ മിസ് യു എന്ന് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലേ? അതിനൊരു പരിഹാരം എൻ്റെ മാസ്റ്റർ എന്നോട് പറഞ്ഞു. അതിനെക്കുറിച്ചാണ് മാസ്റ്റർ നേരത്തെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പേരിന് ഒരു സർനെയിം ചേർക്കാമെന്ന മാസ്റ്റർ പറഞ്ഞത്. മാസ്റ്റർ എന്നോട് പറഞ്ഞ പേര് ഗ്രീ എന്ന് ചേർക്കാനാണ്. എന്നെ ഇനി മുതൽ യു ഗ്രീ എന്ന് വിളിച്ചാൽ മതി. നീലിന്റെ നീൽ ഗ്രീയിലെ ഗ്രീ എടുത്ത് യു ഗ്രീ ആക്കിയിരിക്കുകയാണ്. കേൾക്കുമ്പോൾ ഒരു സാഹോദര്യ ബന്ധം ഫീൽ ചെയ്യും. അവൾ അങ്ങനെ പറഞ്ഞതും നീലിന്റെ മുഖത്ത് ശരിക്കൊരു പുഞ്ചിരി വിരിഞ്ഞു. താൻ സ്വന്തം സഹോദരിയെ പോലെ നോക്കിക്കൊള്ളാമെന്ന് മാസ്റ്റർക്ക് വാക്ക് കൊടുത്തിരിക്കുന്ന ആ പെൺകുട്ടി ഇതാ തന്റെ അതേ സർനെയിം ഏറ്റെടുക്കുകയാണ്. നീല് സന്തോഷത്തോടെ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഓക്കെ യു ഗ്രീ. അങ്ങനെ യു ഗ്രീയും നീൽ ഗ്രീയും ആ മലയുടെ മുകളിലേക്ക് കയറി തുടങ്ങി. ആ മലയുടെ മുകളിലേക്ക് അവരെങ്ങനെ കയറി തുടങ്ങിയതും നീല് സംസ്ഥാന ഗ്രേവിയാർഡിനകത്തുനിന്ന് ആ സിന്നർ ഗ്രീയുടെ മുഖംമൂടി എടുത്തും കാണിച്ചു. അത് കണ്ടപ്പോ യു ഗ്രീക്ക് ഒരു കൗതുകം. പക്ഷെ പെട്ടെന്ന് നമുക്ക് കാര്യം മനസ്സിലായി. ചില ആളുകൾ മറ്റുള്ളവരിൽ നിന്ന് അവരുടെ യഥാർത്ഥ മുഖം മറച്ചു പിടിക്കും. ഇവിടെ മിസ്റ്റർ ഗ്രീ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്. നീൽ ആ മുഖംമൂടി എടുത്തു ധരിച്ചതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. ഈ ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻഡിന്റെ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടന്നിരിക്കുന്നത് സാക്ഷാൽ സിന്നർ ഗ്രീ ആണ്, നീൽ ഗ്രീ അല്ല. സിന്നർ ഗ്രീ അകത്തുള്ള കാര്യം അകത്തുള്ള കൾട്ടിവേറ്റേഴ്സിന് ചിലപ്പോൾ അറിയാൻ സാധ്യതയുണ്ട്. അവിടെ ആ ആളുകളെ അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് ചിലരെങ്കിലും സിന്നർ ഗ്രീ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നീലും ആ യു ഗ്രീയും കൂടി നടന്ന് മുകളിലേക്ക് എത്തുമ്പോൾ ഏകദേശം രാത്രിയായിട്ടുണ്ട്. ആ രാത്രിയിൽ അവിടെയുള്ള ആ വീടിന്റെ ചുറ്റുമായി പല സ്ഥലത്തായി ആളുകൾ തമ്പടിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടന്നിരിക്കുന്ന ആളുകൾ പലരും ആ ഹാൻഡ് ജോബ്സിനെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ തമ്പടിക്കുന്ന സ്ഥലത്തേക്ക് അവരൊരു ഫയറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാത്രിയിൽ അത്യാവശ്യം പ്രകാശം ആ ഫയറിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്തായി ആളുകൾ തമ്പടിച്ചിരിക്കുന്ന കണ്ട നീൽ ഗ്രീയും യു ഗ്രീയും കൂടി നടന്ന് നേരെ എത്തിയത് ആ പ്രധാന ബിൽഡിങ്ങിന്റെ മുന്നിലുള്ള ആ പടിയുടെ അടുത്തേക്കാണ്. അവിടെ അവരെത്തിയതും രണ്ടാളുകൾ അവരെ തടുത്തു. തങ്ങളെ തടുത്തിരിക്കുന്ന ആളെ കണ്ടതും യു ഗ്രീ അവരോട് ചോദിച്ചു, ഏയ് നിങ്ങളെന്തായി കാണിക്കുന്നത്? അതിന് മറുപടിയായി അവരെ തടുത്ത ആള് അവിടെയുള്ള ഒരു ബോർഡിലേക്ക് വിരൽ ചൂണ്ടി. റോ കൾട്ടിവേറ്റേഴ്സിന് പ്രവേശനമില്ല. ഇൻഡിപെൻഡന്റ് ആയി കൾട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾ അങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഏതെങ്കിലും സെക്ഷനുകൾ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ മാത്രം അവിടേക്ക് വന്നാൽ മതി എന്നാണ് ആ എഴുതി വെച്ചിരിക്കുന്നത്. ആ വാചകം കണ്ടപ്പോ നീലിന് ശരിക്കും ഒരു ഇറിറ്റേഷൻ തോന്നി. നീല ആ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടന്നിരിക്കുന്നത് ഒരു ഇൻഡിപെൻഡന്റ് കൾട്ടിവേറ്റർ ആയിട്ടാണ്. അങ്ങനെ കടക്കുന്ന ആളിന് ഹാൻഡ് ജോബ്സിന്റെ വസതിക്കകത്തേക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടക്കുന്ന എല്ലാവർക്കും തുല്യ യോഗ്യതയും തുല്യ അവസരമാണ് ഉള്ളത്. പക്ഷെ അതിനകത്ത് തന്നെ വേറൊരു ശൈലിയിലുള്ള ഇടപെടൽ. നീല് ആ ചെറുപ്പക്കാരനെ തറച്ചെന്ന് നോക്കുമ്പോൾ യുഗ്രി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നോക്ക്, ഞങ്ങളെ തടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞങ്ങൾ പോകും. ഞങ്ങളെ തടുക്കാൻ നിങ്ങൾക്കാരാ അനുവാദം നൽകിയത്? ആ പെൺകുട്ടിയുടെ ആ ചൊടിപ്പിക്കുന്ന വാക്കുകൾ കേട്ടതും അവരെ തടുത്ത ആ ചെറുപ്പക്കാരനൊരുത്തൻ ചിരിച്ചു. ഹേയ് സുന്ദരി, നിന്റെ വാചകം കൊള്ളാം. ഞാൻ ആരാ എന്നാണല്ലോ നീ ചോദിച്ചത്. ഞാൻ ആരാണെന്ന് നീ ഇങ്ങനെ മനസ്സിലാക്കി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് അവളുടെ നെഞ്ചിനെതിരെ കൈകൊണ്ട് വന്നതും അവള് കൈ നനക്കിയതും ഒരു നിമിഷത്തിലാണ്. അവളുടെ മാറിടത്തിൽ കൈവയ്ക്കാനായി അവൻ ഉയർത്തിയ കൈയിലേക്ക് അവളുടെ കൈ ഒന്ന് പതിഞ്ഞു. ആ കൈക്കകത്ത് എന്തോ ഉണ്ടായിരുന്നു എന്ന് പെട്ടെന്ന് അവൻ കൈ വലിച്ചതും നീലിന് മനസ്സിലായി. അവന്റെ കയ്യിൽ ഒരു തുള്ളി രക്തം പൊടിഞ്ഞിട്ടുണ്ട്. അവളുടെ കയ്യിൽ അതിവേഗം പ്രത്യക്ഷപ്പെട്ട നീഡിലാണ് ശരിക്കും ആ ചെറുപ്പക്കാരന്റെ ആ കയ്യിൽ ചോര പൊടിപ്പിച്ചിരിക്കുന്നത്. അവൻ അമ്പരപ്പോടെ ആ ചോരയിലേക്ക് നോക്കുമ്പോൾ അവന്റെ കൈ ക്ഷീണിക്കുന്ന പോലെ അവനോട് തോന്നൽ. ഏയ് നീ എന്താ എന്റെ കൈ ചെയ്തത്? അങ്ങനെ
ആ ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്ന് അവന്റെ മുഖത്ത് ഒരു മാറ്റം വരികയാണ്. അവന്റെ വലത് കൈയിൽ പതുക്കെ പതുക്കെ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. നീ എന്റെ കയ്യിലേക്ക് വിഷം കയറ്റിയോ? നിന്നെ ഞാൻ അങ്ങനെ അവൾ പറയുമ്പോൾ ആ തരിപ്പ് ഇങ്ങനെ കൂടി വരികയാണ്. അവള് അവനോട് പറഞ്ഞു, അനുവാദമില്ലാതെ സ്ത്രീകളുടെ പുറത്ത് തൊടുന്നത് ഒരു നല്ല ശീലമല്ല. നീ എന്റെ പുറത്ത് കൈവയ്ക്കാൻ ശ്രമിച്ച നിമിഷത്തിലെ നിനക്ക് ആ കൈ നഷ്ടമായി കഴിഞ്ഞു. നിനക്ക് ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കൈ മുറിച്ചു കളഞ്ഞിട്ട് ബാക്കി കൈയുമായി ജീവിക്കാൻ നോക്ക്. യൂഗ്രി പറഞ്ഞ വാചകത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവന്റെ കയ്യിൽ കയറിയിരിക്കുന്ന വിഷം ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈയിലൂടെ ദേഹം മുഴുവൻ വ്യാപിക്കുമെന്നാണ് യൂഗ്രി പറഞ്ഞതിന്റെ അർത്ഥം. ഭയന്നുപോയ ആ ചെറുപ്പക്കാരൻ അമ്പരപ്പോടെ അവന്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ അവന് ഒരു കാര്യം മനസ്സിലായി. അവന്റെ ആ വലത് കൈയിലെ എല്ലാ വിരലുകളും ഏതാണ്ട് മരവിച്ചിരിക്കുകയാണ്. അതിന്റെ സ്പർശനശേഷി നഷ്ടമായിരിക്കുകയാണ്. ആ വിരലുകളിൽ നിന്ന് പതുക്കെ ആ മരവിപ്പ് കയ്യിൽ എമ്പാടും വ്യാപിക്കുകയാണ്. ആ മരവിപ്പ് മുകളിലോട്ട് കയറി വരുമ്പോൾ അവൻ അത് അറിയാൻ പറ്റുന്നുണ്ട്. അവന്റെ കൈ മരവിച്ചിരിക്കുന്ന കാഴ്ച. മുകളിലോട്ട് ആ മരവിപ്പ് കടക്കുമ്പോൾ താഴെ അങ്ങനെ ഒരു കൈ ഉള്ളത് പോലും അവൻ അറിയുന്നില്ല. അങ്ങനെ മുകളിലേക്ക് വന്ന് ദേഹത്തേക്ക് ആ മരവിപ്പ് ബാധിച്ചാൽ അവന്റെ ബോഡി പൂർണ്ണമായും പ്രവർത്തന രഹിതമാകും. അതവന് വ്യക്തമായും ബോധ്യമായി. ഭയന്നുപോയ ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് അവന്റെ ഇടത് കൈ കൊണ്ട് ഒരു കത്തി സംഘടിപ്പിച്ച് ആ കത്തി കൊണ്ട് അവൻ ആ കൈ അങ്ങ് അറക്കുകയാണ്. ഇതുവരെ പല ഭാഗത്തായി നിന്നിരുന്ന ആളുകൾ, അതുപോലെ പല തീക്കൊണ്ടങ്ങളുടെ അടുത്ത് വളഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ഈ രംഗം കണ്ടു. ഒരു ചെറുപ്പക്കാരൻ അയാളുടെ കൈ അറക്കുകയാണ്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ ശരിക്കും ആക്രോശിക്കുകയും അവരെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ഒരുപാട് ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവവികാസങ്ങളിലൊന്നും ബന്ധപ്പെടാതെ നീല് ആ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അനവധി ആളുകൾ അവിടേക്ക് എത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ശരിക്കും ദേഷ്യത്തോടെ ആ രംഗത്ത് കയറി ഇടപെടുകയാണ്. എന്താ സംഭവം? ഇത് മിസ്റ്റർ ഹാൻഡ് ജോബ്സിന്റെ വീടിന്റെ മുൻവശമാണെന്ന് അറിയില്ലേ? ഇവിടെ വഴക്കുണ്ടാക്കാൻ പാടില്ലെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ അയാള് ഡയലോഗ് പറഞ്ഞതും ആ കൈ മരവിച്ച ചെറുപ്പക്കാരൻ വാളുമായി ഒരൊറ്റ കുതിപ്പ്. അവന്റെ കൈ മുറിക്കുന്നതിന് പകരം ആ വാളുകൊണ്ട് യൂഗ്രിയെ അറ്റാക്ക് ചെയ്യാനാണ് മുന്നോട്ട് കുതിച്ചത്. ആ നിമിഷത്തിൽ നീല് തന്റെ വലത് കൈയൊന്ന് ഉയർത്തിയ ഒരൊറ്റ അടി. ആ അടി ശരിക്കും ആ വാളുമായി മുന്നോട്ട് കുതിച്ച് ചെറുപ്പക്കാരന്റെ മുതുകിൽ തന്നെ പതിച്ചാണ്. ആ അടി അവനെ അന്തരീക്ഷത്തുള്ള പറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പറക്കുന്നതിനിടയിൽ അവന്റെ വായിന്ന് രക്തം തെറിച്ചു. ആ രക്തവും അവനും കൂടി ചെന്ന് വീണത് ആ ഹാൻഡ് ജോബ്സിന്റെ വീടിന്റെ വാതിലിലാണ്. ശക്തമായി അവൻ വന്ന് ഇടിച്ച് അവൻ താഴേക്ക് വീഴുമ്പോൾ രക്തം ആ വാതിലും പരിസരത്തും അങ്ങ് ചിതറിയിട്ടുണ്ട്. ഈ കാഴ്ച സ്വാഭാവികമായിട്ടും അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ ശരിക്കും അമ്പരപ്പിച്ചിരിക്കുകയാണ്. അവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല അവർ കാണുന്നത്. അവിടെ ആ ഹാൻഡ് ജോബ്സിന്റെ വസതിയിൽ കടക്കാനുള്ള പെർമിഷൻ കിട്ടാൻ തന്നെ വലിയ പാടാണ്. ഇപ്പൊ ആ വസതിയിലെ പ്രധാന വാതില് ഏതാണ്ട് രക്തം കൊണ്ട് കുളിച്ചിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ വായിന്ന് ഒരു കുടം വെള്ളം എന്ന് പറയും പോലെ ഒരു കുടം രക്തമാണ് തെറിച്ചത്. അത്ര ശക്തമായിട്ടാണ് നീല് അവന്റെ മുതുകിൽ ആഞ്ഞടിച്ചതെന്ന് അർത്ഥം. ആ ചെറുപ്പക്കാരന്റെ ഒരു കൈ ഇതിനിടയിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഈ സമയത്ത് അവിടേക്ക് ഓടിയെത്തിയിരുന്ന ആ ടീമിൽ ലീഡർ തോന്നുന്ന ആള് ഓടിച്ചെന്ന് ആ ചെറുപ്പക്കാരനെ അവിടെ തൂക്കിയെടുത്തു. ആ ചെറുപ്പക്കാരനെ തൂക്കിയെടുത്ത് അയാള് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു, നോക്ക്, ഇവൻ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. ഇവനെ ഇപ്പൊ നമ്മൾ തീർക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. മിസ്റ്റർ ഹാൻ ഏത് നിമിഷമാണെങ്കിലും പുറത്തേക്ക് വരാം. അദ്ദേഹം ആ കാഴ്ചയിൽ കാണുകയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. ഞാൻ തൽക്കാലം അകത്തുപോയി അദ്ദേഹത്തെ ഒന്ന് സമാധാനിപ്പിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ആ മധ്യവയസ്കൻ നേരെ അകത്തേക്ക് പോയി. ഈ സമയത്ത് ആ ടീമിന്റെ ലീഡർ എന്ന് പറയാൻ കഴിയുന്ന ഒരാള് മുന്നോട്ട് വന്നു. അയാള് നീലിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. യങ് മാൻ, നീ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ. മിസ്റ്റർ ഹാൻ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് നമ്മളിവിടെ വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യാൻ പോവുകയാണ്. നിന്നെയും നിന്റെ കൂടെയുള്ള ഈ പെൺകുട്ടിയും കൂടി ഞങ്ങളങ്ങ് തുടച്ച് മാറ്റാൻ പോവുകയാണ്. മിസ്റ്റർ ഹാൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോകും. അങ്ങനെ പറഞ്ഞ ആ വ്യക്തി ചുറ്റും നിൽക്കുന്ന ആളുകളോടായി പറഞ്ഞു, അറ്റാക്ക്. തികച്ചും അപ്രതീക്ഷിതമായി ഒരാൾ വന്ന് ലീഡർ ആവുക, ആ ലീഡർ കൂടെ നിൽക്കുന്ന ആളുകളോട് അറ്റാക്ക് ചെയ്യാൻ പറയുക. അത് ഏതാണ്ട് ഒരു ദാർഷ്ട്യം പിടിച്ചൊരു പരിപാടിയാണ്. നീലടത്തേക്ക് കുതിച്ചെത്തിയ ഒരാള് അയാളുടെ കയ്യിലുള്ള വാള് ഉയർത്തി ചാടി നീല ആഞ്ഞു വെട്ടപ്പോ നീൽഗിരി നിന്ന സ്ഥലത്ത് നിന്ന് മുന്നോട്ടൊന്ന് കുതിച്ച് ഒരൊറ്റ ഇടി. നീലിനെ ആഞ്ഞു വെട്ടിയ ആളുടെ വാള് താഴും മുമ്പ് നീലിന്റെ ഇടി അയാളുടെ വയറ്റിൽ പതിച്ചിരുന്നു. തൽഫലമായി ആ വയറ് രണ്ടായി ഒടിഞ്ഞ് ആ വാളുമായി ആ ചെറുപ്പക്കാരൻ താഴേക്ക് വീഴുന്ന ഒരു കാഴ്ച സ്ലോ മോഷനിൽ ആളുകൾ കാണുകയാണ്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആ വയർ ഒടിഞ്ഞുപോയ ആ ചെറുപ്പക്കാരന് മനസ്സിലായിട്ടില്ല. അയാളാണ് ആദ്യം ആക്രമിച്ചത്. പക്ഷെ അതിനേക്കാൾ മുമ്പ്
അയാളുടെ വയറ്റിൽ ഇടി കിട്ടുകയായിരുന്നു. ഈ നിമിഷത്തിൽ മുന്നോട്ട് കുതിക്കുന്ന പലരും അവരുടെ തൊട്ടുമുന്നിൽ ഒരു നിഴലെത്തിയത് അറിയുമ്പോൾ ലേശം വൈകിപ്പോയിരുന്നു. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുപ്രീം എംപറർ ലെവലിലും ഓർജിൻ കിങ് ലെവലിലുമുള്ള 8 ആളുകളുടെ ഡെഡ് ബോഡികൾ അവിടെ കിടപ്പുണ്ട്. ആ ഡെഡ് ബോഡികളുടെ പുറത്തുനിന്ന് തന്റെ ദേഹത്തേക്ക് വീണ രക്തം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് നീൽഗിരി. ഈ കാഴ്ച കണ്ട ആ ലീഡർ എന്ന് തോന്നുന്ന ആള് കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഇവൻ ശരിക്കും കുഴപ്പക്കാരനാണ്. ഇവനെ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേരിടാൻ നിന്നാൽ ഇവൻ നമ്മളെല്ലാവരെയും തീർക്കും. നമുക്ക് ഇപ്പൊ തന്നെ ഒരു ഫോർമേഷൻ ഉണ്ടാക്കണം. കേൾക്കേണ്ട താമസം ആ ബാക്കിയുള്ള ആളുകൾ നീലിനെ അറ്റാക്ക് ചെയ്യാതെ ഒരു വൃത്തം പെട്ടെന്ന് രൂപീകരിച്ചു. വൃത്തം രൂപീകരിച്ചു എന്ന് മാത്രമല്ല, ആ വൃത്തത്തിന്റെ ഭാഗമായ ആ ഓരോ യോദ്ധാവും അവരുടെ ഓറ പരസ്പരം കമ്പൈൻ ചെയ്യുകയാണ്. ആ കമ്പൈൻ ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ വാള ഉപയോഗിക്കുന്നത്. ആ വാളിൽ നിന്ന് ഒരു പ്രകാശം അടുത്ത വാളിലേക്ക് കടക്കുകയാണ്. പെട്ടെന്ന് അതിവേഗം അവിടെ ഒരു വൃത്തം രൂപീകരിക്കപ്പെട്ടു. ആ വൃത്തത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി നീൽഗിരിയെ നോക്കിയിട്ട് നീലിനോട് പറഞ്ഞു, നീ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നീ ഇപ്പോ ഇവിടെ അവസാനിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളുടെ വാള് നേരെ മുന്നിലേക്ക് പിടിപ്പിച്ചതും അയാളുടെ വാളിലേക്ക് ബാക്കി ആ വൃത്തത്തിലുള്ള മുഴുവൻ ആളുകളുടെ ഊർജം ഒരു ചാനൽ എന്ന പോലെ ഓടിയെത്തുകയാണ്. ആ വാളിലേക്ക് ആ എൻ്റെ ഊർജം ഓടിയെത്തിയതും ആ വാളിൽ നിന്ന് ആകാശത്തേക്ക് ഒരു പ്രകാശത്തിന്റെ ബീം ഉണ്ടായി. മുകളിലേക്ക് അതിശക്തമായ ആ ബീം കുതിക്കുമ്പോൾ ആ ബീം വലത്തൊരു പവർ താഴേക്ക് കൊടുക്കുകയാണ്. ആ ഓറ ലക്ഷ്യമിടുന്നത് നീലിനൊപ്പമുള്ള യൂഗ്രിയുമാണ്. ആ നിമിഷത്തിൽ നീൽഗിരിയുടെ ഉള്ളിൽ നിന്ന് സാക്ഷാൽ ബ്ലഡ് ഡ്രാഗണും മുന്നോട്ട് കുതിച്ചു. അതും നേരെ മുകളിലേക്ക് അങ്ങനെ കുതിച്ചു പായുകയാണ്. ആ ബ്ലഡ് ഡ്രാഗന്റെ ബോഡിയിൽ ഇപ്പോ മിന്നലുകളും അതേപോലെ ആ ഇമോട്ടർ ഫ്ലെയിംസും ഉണ്ട്. നീല ഇമോട്ടർ ഫ്ലെയിംസും ആ ലൈറ്റ്നിങ് കൂടിക്കലർത്തി ബ്ലഡ് ഡ്രാഗനെ അവതരിപ്പിച്ചതും അവിടെ ആ നീല അറ്റാക്കിനായി ശ്രമിക്കുന്ന ആളുകളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഞെട്ടൽ. ഈ നിമിഷത്ത് മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയ ബ്ലഡ് ഡ്രാഗൺ അതിശക്തമായി ആ പ്രകാശത്തിൽ ആഞ്ഞടിച്ചു. ആ പ്രകാശ ബീമിലേക്ക് ബ്ലഡ് ഡ്രാഗന്റെ അതിശക്തമായ ആ അടിയേറ്റതും ആ പ്രകാശം അങ്ങ് ചിതറി. നീല സ്വന്തം ശക്തിയാണ് യഥാർത്ഥത്തിൽ ആ ബ്ലഡ് ഡ്രാഗണിലേക്കും ആ ഡിവൈൻ ലൈറ്റ്നിങ്ങിലേക്കും അതുപോലെ ഇമോട്ടർ ഫ്ലെയിമിലേക്കൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നീലും പുറകോട്ട് മാറി. 7 അടി പുറകോട്ട് നീല് മാറി എന്ന് പറയാം. അതുപോലെ ആ വൃത്തത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി ആ ബാക്ക് ലാഷിൽ നീലിനേക്കാൾ കുറെ കൂടി പുറകോട്ട് മാറി. ആ എൻ്റെ ടീമും പുറകോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോ അവരെല്ലാരും അതിശയത്തോടെ നീൽഗിരിയെ നോക്കുകയാണ്. പെട്ടെന്ന് ആരോ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അത് സിന്നർഗിരിയാണ്. ബ്ലഡ് ഡ്രാഗൺ, ഇമോട്ടൽ ഫ്ലെയിംസ്, പിന്നെ ഡിവൈൻ ലൈറ്റ്നിങ്, അതിനോടൊപ്പം ഡീമൻ എനർജി, ഇത് 4ഉം ഒന്നിച്ച് ചേർന്ന് വന്നിരിക്കുകയാണ്. അത് ഈ ഭൂമിയിൽ ഒരേ ഒരാളിൽ മാത്രമാണ് കുള്ളൻ മലനിരകളിലുള്ള ആ യോദ്ധാക്കൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഉണ്ടെന്ന് അവർ കേട്ടിട്ടുള്ളത്. അത് സിന്നർഗിരിയിലാണ്. സിന്നർ വലത്തൊരു തരംഗം തന്നെ കുള്ളനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിന്നറാണ് ഇതാ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. സിന്നർഗിരി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ആ സിന്നറിനെ ആരും കണ്ടിട്ടില്ല എന്നതാണ് സത്യം. കണ്ടവർ ജീവിച്ചിരിപ്പില്ല എന്ന് വേണമെങ്കിൽ നമുക്കതിനെ മാറ്റി പറയാം. അപൂർവം ആളുകൾ, ചില ലീഡേഴ്സ് സിന്നറിനെ കണ്ടിട്ടുണ്ടാകാം. പക്ഷെ അവിടെ നിൽക്കുന്ന ആ യോദ്ധാക്കൾ സിന്നറിനെ ഇത് ആദ്യമായി കാണുകയാണ്. സകലരുടെയും മുഖത്ത് ശരിക്കൊരു അമ്പരപ്പുണ്ട്. ആ ഫോർമേഷന്റെ ഭാഗമായ ആളുകളൊക്കെ അവർ പോലും അറിയാതെ ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഈ സമയത്ത് അവിടേക്ക് അനവധി ആളുകളെ കുറച്ച് കൾട്ടിവേറ്റേഴ്സ് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന ആളുകളെ അവിടെ കൊണ്ടുവന്നതും തറയിലെങ്ങി കിടത്തുകയാണ്. അവിടെ ആ തറയിൽ കിടക്കുന്നത് റോഗ് കൾട്ടിവേറ്റേഴ്സ് ആണെന്ന് വ്യക്തം. ഒന്നിച്ച് ആ റോഗ് കൾട്ടിവേറ്റേഴ്സും അതുപോലെ വിവിധ സെക്ഷനുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളും കയറിയതാണ്. 2 വാതിലിലൂടെ ആണെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഈ സെക്ഷന്റെ ആളുകൾ ആ റോഗ് കൾട്ടിവേറ്റേഴ്സിനെ ബലമായി പിടികൂടി അവന്മാരെ അടിമളെ പോലെ കൊണ്ടു നടക്കുകയാണ്. അവിടേക്ക് എത്തിയ ആളുകൾ ആ ലീഡറായി നിൽക്കുന്ന ആളോട് പറഞ്ഞു, മിസ്റ്റർ ഡാനി, ഇതാ ഞങ്ങൾ അവന്മാരെ എത്തിച്ചു കഴിഞ്ഞു. നീലിനെ നേരിട്ട് കൊണ്ടിരുന്ന ഡാനിയും കൂടുതൽ ആളുകളുടെ ശ്രദ്ധ പെട്ടെന്ന് ആ ആളുകളിലേക്ക് തിരിഞ്ഞു. ആ വന്ന ആളുകളെ കണ്ടതും നീലിനെ ഒന്ന് നോക്കിയിട്ട് ഡാനി ആ തറയിൽ കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ചെന്ന് അവരെ പുറത്ത് ആഞ്ഞ് ചവിട്ടി തുടങ്ങി. നിങ്ങളൊക്കെ പുഴുക്കളെക്കാൾ നീചന്മാരാണ്, നിങ്ങളുടെ ജീവന് ഒരു വിലയുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഓരോ ആളിനെയും ചവിട്ടുമ്പോൾ ഓരോരുത്തരും ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഒരാളുടെ ശബ്ദം പെട്ടെന്ന് നീൽ ഉയർന്നു കേട്ടു. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ എണീപ്പിച്ചിട്ട് ചവിട്ട്. ആ ശബ്ദം നീൽ തിരിച്ചറിഞ്ഞു. അത് സഹിർ ഖാന്റെ ശബ്ദമാണ്. നീലിനൊപ്പം ഈ സീക്രട്ട് വേർഡിലേക്ക് കയറിയ അതേ സഹിർ ഖാൻ നീലിന് തൊട്ടു മുമ്പാണ് ആ ചെറിയ ദൂരം വഴി അകത്തേക്ക് കടന്നത്.
അകത്തേക്ക് കടക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു സക്ഷൻ ഫോഴ്സ് അകത്തേക്ക് കയറുന്ന ആളിനെ വലിച്ച് ആ മിസ്റ്റിക് വേൾഡിൽ എവിടെയെങ്കിലും എത്തിക്കും. അതുകൊണ്ട് തന്നെ അതിനുശേഷം കയറിയ നീലും സഹീർ ഖാന്റെ അടുത്തല്ല എത്തിയത്. സഹീർ ഖാന്റെ ശബ്ദം കേട്ടതും നീൽ ഉറക്കെ വിളിച്ചു, സഹീർ. അങ്ങനെ വിളിച്ചു എന്ന് മാത്രമല്ല, നീല് അതിവേഗം സഹീറിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയും ചെയ്തു. നീൽ ഓടി വരുന്ന കണ്ടതും ആ ഡാനി എന്ന് വിളിക്കപ്പെടുന്ന ആള് പെട്ടെന്ന് സ്ഥലത്തേക്ക് മാറി. നീലിനെ അയാൾക്ക് ലേശം പേടിയുണ്ട്. നീൽ അവിടെ എത്തുമ്പോൾ ആ സഹീർ ഖാൻ ഉൾപ്പെടെയുള്ള സകല ആളുകളുടെ പുറത്ത് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. അത് കണ്ടതും നീല് ആ വാളെടുത്ത് ഒരൊറ്റ വെട്ടു. പക്ഷെ ആ ചങ്ങലയിൽ വാള് പതിഞ്ഞു എന്ന് മാത്രം, ചങ്ങലയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. ആ കാഴ്ച കണ്ടതും ആ ഡാനി അങ്ങ് ചിരിച്ചു. ഫോൾ കുടുംബത്തിലെ ഡാനി ഫോളിന്റെ പൊട്ടിച്ചിരി അവിടെ ഇങ്ങനെ മുഴങ്ങുകയാണ്. ഹേയ് സിനർഗിരി, നീ വലിയ ശക്തനും പ്രസിദ്ധനും കുപ്രസിദ്ധനും ഒക്കെ ആയിരിക്കും, പക്ഷേ ആ ചങ്ങല അത് തകർക്കാൻ നിനക്ക് പറ്റത്തില്ല. നിനക്കെന്നല്ല, ഒരാൾക്കും പറ്റില്ല. ആ ഡാനി ഫോൾ അങ്ങനെ പറഞ്ഞതും ബാക്കിയുള്ള ആളുകളും അത് കേട്ട് ചിരിക്കുകയാണ്. ആ ചിരി ഇങ്ങനെ പൊട്ടിപ്പടരുമ്പോ നീലിന്റെ അടുത്തേക്ക് വന്ന നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ഞാനൊന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞ ഗ്രീ സഹീറിന്റെ അടുത്തെത്തിയിട്ട് ആ ചങ്ങലയൊന്ന് പിടിച്ചു. അതിനുശേഷം ആ ചങ്ങലിലേക്ക് അവളുടെ വലത് കൈയിലിരുന്ന എന്തോ സാധനം വെച്ച് ഒന്ന് സ്പർശിക്കുകയാണ്. നീല് കൗതുകത്തോടെ ഗ്രീയെ നോക്കുകയാണ്. അവളിത് എന്താ കാണിക്കുന്നത്? പക്ഷെ നീലിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ചങ്ങല അങ്ങ് അറ്റു. ആ ചങ്ങല അറ്റതും ഗ്രീ നീലിനെ നോക്കിയത് ചിരിച്ചു. ഇവള് ശരിക്കും മിസ്റ്റീരിയസ് ആണെന്ന് ആ സെക്ഷൻ മാസ്റ്റർ റൂവാൻ പറഞ്ഞപ്പോ നീല് ഇങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആക്ടിവിറ്റി ഇവളുടെ ഭാഗത്ത് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തീരെ കരുതിയിരുന്നില്ല. ആ ചങ്ങലകൾ അവൾക്കൊരു ചങ്ങലയെ അല്ല. ആ ചങ്ങലകൾ അഴിയുന്ന കണ്ടതും നീല് അവളോട് പറഞ്ഞു, ഗ്രീ, നീ എല്ലാ ചങ്ങലയും അഴിക്കും, ഇവന്മാരെ ഞാനൊന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് നീല് വീണ്ടും ആ ടീമിന് നേരെ തിരിഞ്ഞു. ചങ്ങല അഴിഞ്ഞപ്പോ തന്നെ ആ ഡാനി ഫോളിന്റെ മുഖം കറുത്തിട്ടുണ്ട്. അയാളുടെ മാത്രമല്ല, കൂടെയുള്ള ആളുകളുടെ. ആ ടീം ശരിക്കും ഭയത്തോടെ ആണെങ്കിലും നീലിനെ നേരിടാൻ ബാധ്യസ്ഥരാണ്. നീലിനെ നോക്കി സിന്നർ നീലിനോട് പറഞ്ഞു, സിന്നർ, നീ വലിയ ശക്തനൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഇത്രയും സുപ്രീം എംപറസിനെയും ഡാവോ യുവാൻകരെയും നേരിടാൻ ഒറിജിൻ കിങ്കാരനായ നിനക്ക് പറ്റത്തില്ല. നീ നേരത്തെ ഞങ്ങളെ ആക്രമിച്ചപ്പോ ഞങ്ങള് ഒറ്റയ്ക്കൊറ്റയ്ക്കാ നിന്നെ നേരിട്ടത്. ഇനി അതല്ല സംഭവം. അങ്ങനെ പറഞ്ഞ അവന്മാർ ഒരു ഫോർമേഷൻ ഉണ്ടാക്കി നീലിനെ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവുകയാണ്. നീല് അവന്മാരെ സിന്നർഗിരി എന്ന നീൽഗിരി താൻ പഠിച്ച പുതിയ പാഠങ്ങളൊക്കെ അവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. പഠിച്ചതൊക്കെ ശരിയാണോ എന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരത്തെ നീല് ശരിക്കും ഉപയോഗിക്കുമ്പോൾ ആ സുപ്രീം എംപറസ് ലെവലിലെയും ഡാവോ യുവാൻ ലെവലിലെയും ആളുകൾ ഒന്നൊന്നായി കുറഞ്ഞു തുടങ്ങി. നീലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അവർ ശ്രമിക്കുമ്പോഴേക്കും നീൽ അതിനിടയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടുന്ന നീല് അതിനിടയിൽ ഒരാളുടെ ജീവൻ എടുക്കുകയും ചെയ്യും. ആദ്യം ഒരുപാട് ആൾക്കൂട്ടം ഉണ്ടായിരുന്നുകൊണ്ട് ഈ ആളുകൾ കുറയുന്ന പ്രക്രിയ ആദ്യം ഈ ഡാനി ഫോളിനും ടീമിനും മനസ്സിലായിരുന്നില്ല. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവർക്ക് കഥ മനസ്സിലായി. തങ്ങള് ഒന്നൊന്നായി കൊല്ലപ്പെടുകയാണ്. ഈ അവസ്ഥ തുടർന്നാൽ എന്തായാലും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ തോന്നിയത് അവന്മാരെല്ലാവരും അവരുടെ ട്രംപ് കാർഡുകൾ പുറത്തെടുത്തു. പല കുടുംബങ്ങളും അവരുടെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ശക്തമായ ഒരു ആയുധം ഏൽപ്പിച്ചിരിക്കും. ജീവൻ മരണ പോരാട്ടം നടക്കുന്ന സമയത്ത് മാത്രമേ അത് എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ ആയുധമാണ് അവർ പുറത്തെടുത്തിരിക്കുന്നത്. അവരുടെ ശത്രു സിന്നർഗിരി ഇനി ഇവിടെ നിന്ന് പുറത്തു പോയാൽ അത് അപകടമാണെന്നൊരു തോന്നൽ അവർക്കുണ്ട്. സിന്നർ ഇനിയും വളർന്നാൽ അത് തങ്ങൾക്കൊരു ശല്യമാവും. അവരൊക്കെ കുല്ലൽ വിവിധ ഫാമിലികളിൽ വലിയ സംഭവമായിട്ട് നിലനിൽക്കുന്ന ആളുകളാണ്. അവരാരും സംഭവമല്ലെന്നും സിന്നറാണ് സംഭവം എന്നും ഇപ്പൊ അവന്മാർക്ക് അറിയാം. അവന്മാര് ആ വിവിധ ട്രംപ് കാർഡുകൾ പുറത്തെടുക്കുമ്പോൾ ഇവിടെ സഹീർ ശരിക്കും എണീറ്റ് കഴിഞ്ഞു. സഹീർ മാത്രമല്ല, കൂടുതൽ ആളുകളൊക്കെ അവർക്കൊക്കെ ആ ഗ്രീ ഓരോ പില്ലുകളിലൂടെ കൊടുത്തിരിക്കുകയാണ്. അത്യാവശ്യം ആരോഗ്യം വീണ്ടെടുക്കാനുള്ള, പരിക്കുകൾ ഭേദമാക്കാനുള്ള മരുന്നുകളെല്ലാം ഗ്രിയുടെ കൈവശമുണ്ട്. അവള് ആ ഹെവൻലി ഹെർബ് വാലിയിലെ സന്തതിയാണല്ലോ. അവളുടെ കയ്യിൽ ഇല്ലാത്തത് ഒന്നുമില്ല എന്ന് തന്നെ പറയാം. മിസ് ഗ്രി അങ്ങനെ ആ ആളുകളെയൊക്കെ ശരിയാക്കി എടുക്കുമോ സഹീർ ഒന്ന് എണീറ്റു. സഹീർ സിന്നറോട് പറഞ്ഞു, ബ്രദർ സിന്നർ, എനിക്ക് സഹായിക്കണമെന്നുണ്ട്. അതിന് പക്ഷെ മറുപടി പറഞ്ഞത് സാക്ഷാൽ ഗ്രിയാണ്. ഗ്രി സഹീറിനോട് പറഞ്ഞു, ബ്രദർ, ഇപ്പോ സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെ അവൾ പറയുമ്പോഴേക്കും അവിടെ ആ വീടിന്റെ വാതിൽ മലർക്കെ തുറക്കപ്പെടുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദത്തോടൊപ്പം ഒരു അലർച്ചയും. ആരാ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്? ആ ചോദ്യം കേട്ടതും ആയുധങ്ങളുമായി നീൽഗിരിയെ നേരിടാൻ നിന്ന ആ ചെറുപ്പക്കാർ പെട്ടെന്ന് ആയുധങ്ങളൊക്കെ ഒളിപ്പിച്ച്
നിശബ്ദരായി ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറുകയാണ്. അകത്തുനിന്ന് നേരത്തെ അകത്തേക്ക് പോയ ആ മധ്യവയസ്കരും കൂടെ ഹാൻ ജോബ്സും പുറത്തേക്ക് വന്നു. ഹാൻ ജോബ്സിന്റെ മുടി നല്ല വെളുത്തിട്ടാണ്. അയാൾ പുറത്തേക്ക് വന്ന് രണ്ട് കൈകളും കെട്ടി ആ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ നിൽക്കുകയാണ്. അയാളുടെ വീടിന്റെ ആ പൂമുഖം ഏതാണ്ട് നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. അവിടെ കൈകെട്ടി നിന്ന ഹാൻ ജോബ്സ് ചുറ്റുമുള്ള ആളുകളെ നോക്കി. അപ്പോഴാണ് അയാളുടെ ശ്രദ്ധ ആ വീടിന്റെ മുൻവശത്തെ അവസ്ഥ കാണുന്നത്. അവിടെ മുഴുവൻ രക്തവും ബോഡികളും ഒക്കെയാണ്. ആരാ ഇങ്ങനെ ചെയ്തത്? ആ ചോദ്യത്തിന് ഡാനിയാണ് ഉത്തരം പറഞ്ഞത്. സീനിയർ ഹാൻ, ഈ ചെറുപ്പക്കാരനാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഹാനോട് ഡാനി ഹൗൾ അങ്ങനെ പറഞ്ഞതും ഹാനൊപ്പം ഉണ്ടായിരുന്ന ആ മധ്യവയസ്കൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാം ക്ലീൻ ആക്കണമെന്ന്. ക്ലീൻ ആക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു വാചകം കൂടി ഉണ്ടല്ലോ, നീൽഗിരിയും ആ പെൺകുട്ടിയും കൂടി അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന്. അത് സംഭവിച്ചിട്ടില്ല. ആ ഭാഗത്ത് ഇപ്പോഴും രക്തമുണ്ട്. ഹാനിന്റെ ശ്രദ്ധ ഇതിനിടയിൽ അയാളുടെ വീടിന്റെ വാതിൽക്കലേക്ക് തിരിഞ്ഞിട്ടുമുണ്ട്. അവിടേക്ക് രക്തം പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഹാൻ ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ടെന്നും ആ മധ്യവയസ്കൻ ആ കൂടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, കൊല്ലവനെ. കേൾക്കേണ്ട താമസം ആയുധങ്ങളുമായി സകല ആളുകളും നീലിനു നേരെ കുതിക്കുകയാണ്. അവരുടെയൊക്കെ കൈവശം അവരുടെ ട്രംപ് കാർഡുകളുമുണ്ട്. ആ ട്രംപ് കാർഡുകളുമായി ആ എൻ്റെ ടീമും നീൽഗിരിയെ വളഞ്ഞതും നീൽ ശരിക്കും പ്രതിരോധത്തിൽ ആയെന്ന് പറയാം. നീലിന്റെ കൈവശമുള്ള എല്ലാ സംവിധാനങ്ങളെയും നീലെടുത്ത് നേരത്തെ തന്നെ അവർക്കെതിരെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതായ ഒരു ക്ഷീണം നീലിനുണ്ട്. നീല് ആ ആളുകളെ നേരിടാനായി അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് നീലിന്റെ മുന്നിലേക്ക് കൊടുങ്കാറ്റ് പോലെ ഒരാൾ കയറി വരുന്നത്. ആ ആള് മുഖം ഒരു ആവരണം കൊണ്ട് മറച്ചിട്ടുണ്ട്. വന്നതൊരു ലേഡിയാണ്, ഒരു യുവതി. ആ യുവതി നീലിന്റെ മുന്നിലേക്ക് ആകാശത്തോടെ പാഞ്ഞിറങ്ങിയായിരുന്നു എന്ന് പറയാം. അതിവേഗതയിൽ മരങ്ങൾക്കിടയിലൂടെ അവള് നീലിന്റെ മുന്നിലേക്ക് താഴ്ന്നിറങ്ങിയിട്ട് തന്റെ കൈവശമുള്ള വാളുകൊണ്ട് ആഞ്ഞു വീശിയതും നീലിനെ അറ്റാക്ക് ചെയ്യാനായി അവിടെ എത്തിയ ആളുകൾ ഒരാളുടെ തല അറ്റ താഴേക്ക് വീണു. അങ്ങനെ ആ തല അറ്റ വീഴുമ്പോൾ തന്നെ ആ വാള് മുൻവശത്തുള്ള ആളുകളെ ചൂണ്ടിക്കൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ജി സിഖ്ന ഈ മനുഷ്യനെ സംരക്ഷിക്കാൻ പോവുകയാണ്. ആർക്കാണ് തടയ്ക്കാൻ താല്പര്യമുള്ളത്? ആ ഡയലോഗ് കേട്ടതും ആ എൻ്റെ ടീമും രണ്ട് സ്റ്റെപ്പ് അറിയാതെ പുറകോട്ട് മാറി. ആ ടീമിന്റെ ലീഡർ ഡാനി സിഖ്നോട് ചോദിച്ചു, ഏയ് സിഖ്ന, ഇതെന്തായി കാണിക്കുന്നത്? അത് സിന്നർ ഗിരിയാണ്. സിന്നർ കുലൻ മലയിൽ എന്തെല്ലാം അഭിമുഖങ്ങൾ കാണിച്ചെന്ന് നിനക്ക് അറിവുള്ളതല്ലേ? സിന്നറെ വേട്ടയാടാനുള്ള ഓർഡർ നേരത്തെ തന്നെ കുലനിൽ പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്. ആ ഓർഡർ പിൻവലിക്കപ്പെട്ട കാര്യം പക്ഷേ സിക്രിക്ക് അറിയാം. അതിന്റെ കാരണം മോർണിംഗ് ആണ്. മോർണിംഗ് അന്ന് ആ കൂറ്റൻ ഐസ് വാള് ആ മലയിൽ തറപ്പിച്ചതിന് ശേഷം ഒരാളും സിന്നറെ വേട്ടയാടിയിട്ടില്ല. സിന്നറെ പരസ്യമായി വേട്ടയാടിയാൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോ ഈ മിസ്റ്റിക് വേൾഡിനകത്ത് വെച്ച് സിന്നർ കൊല്ലപ്പെട്ടാൽ ആ അതിശക്തിയായ യോദ്ധാവിനെ ഭയക്കേണ്ടതില്ല എന്ന ഒരു കൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ ഡാനി ഫാള് മുന്നോട്ട് വയ്ക്കുന്നത്. ഡാനി ഫാള് സിക്രയോട് പറഞ്ഞു, സിക്ര, ഈ മിസ്റ്റിക് വേൾഡിനകത്ത് വെച്ച് ഈ സിന്നറെ കൊലപ്പെടുത്തിയാൽ ഒരാളും നമ്മോട് ചോദിക്കത്തില്ല. അതിന് മറുപടിയായി സിക്ന പറഞ്ഞു, പക്ഷേ ഞാൻ ചോദിക്കും. സിക്ന രണ്ടും കൽപ്പിച്ചാണെന്ന് അത് കേട്ടപ്പോൾ ആൾക്ക് മനസ്സിലായി. ആ മധ്യവയസ്കനും അമ്പരപ്പോടെ സിക്നെ നോക്കിയാണ്. ഈ രംഗത്തിന് സാക്ഷിയായി നിൽക്കുന്ന ഹാൻ ജോബ്സ് അപ്പോഴും രണ്ട് കൈകളും പുറകിൽ കെട്ടി ഈ കാഴ്ച ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ്. ആ ടീം ഇപ്പോ ഒന്ന് സ്റ്റക്കായിട്ടുണ്ട്. നീലിന്റെ എതിരാളികൾ ഒന്ന് സ്റ്റക്കായിട്ടുണ്ട്. നീലിന്റെ എതിരാളികൾ ഇപ്പോ ഒന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ സമയത്ത് നീല് സിക്നോട് ചോദിച്ചു, ഹേയ്, നിങ്ങൾ എന്തിനാ എന്നെ രക്ഷിക്കുന്നത്? മിസ്റ്റർ സിന്നർ, നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ കൈവശമുള്ള ആ ആർക്കിക് എല്യൂസറി റിയാലിറ്റി പില്ലാണ്. അതെനിക്ക് വേണം, എൻ്റെ അച്ഛന് വേണ്ടി. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ നേട്ടങ്ങൾ എന്നെ ശരിക്കും അതിശയിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് പടവെട്ടി കയറി വരുന്ന ആളാണ്. നീതിയുടെ ഭാഗത്താണ് നിങ്ങളുടെ നിൽപ്പെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെപ്പോലെ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരു അടുപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, എനിക്ക് നിങ്ങൾ ശരിക്കും ഫെമിലിയറായി ഫീൽ ചെയ്യാണ്. ഞാനും നിങ്ങളും തമ്മിൽ വല്ലാത്തൊരു അടുപ്പമുള്ളതുപോലെ ഒരു തോന്നൽ. ജി സിക്കിന് അത് പറഞ്ഞപ്പോൾ നീലിന്റെ ഉള്ളൊന്ന് കിടുങ്ങി. ആ സിന്നറുടെ മുഖമൂടി നീല അണിഞ്ഞിരിക്കുകയാണെങ്കിലും സിക്കിനേക്ക് നീലാണ് ആ മുഖമൂടിക്കുള്ളിലെന്ന് മനസ്സിലാകുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ നീലിനുണ്ട്. നീല് സിക്കിനോട് പറഞ്ഞു, ഓക്കെ ഓക്കെ. അങ്ങനെ നീല് പറയുമ്പോഴേക്കും ആ ചെറുപ്പക്കാർ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. സിക്കിന എപ്പോഴും അവരുടെ മുകളിൽ നിൽക്കുന്ന കക്ഷിയാണ്. ആ ജൂനിയർ മീറ്റിങ്ങിലൊക്കെ ജി സിക്കിനെയാണ് താരം. എത്ര നാളെന്ന് വെച്ചാൽ ഒരാളുടെ ആധിപത്യം അംഗീകരിച്ചു കൊടുക്കുക. ആ ആളെ എന്നതേക്കുമായി അവസാനിപ്പിക്കാനായി ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്.
അത് മനസ്സിലാക്കിയ ആ ചെറുപ്പക്കാർ ഒന്നടങ്കം മുന്നോട്ട് കുതിച്ചു. മറുഭാഗത്ത് നീൽഗിരിയും അതുപോലെ ജി സിക്നിയുമാണ്. അവർ രണ്ടും കൂടി ഒരുമിച്ച് ആ എതിരാളികളെ നേരിടുമ്പോൾ അതൊരു മാസ്മരികമായ സീനാണ് സൃഷ്ടിച്ചത്. ഒരേ താളത്തിൽ ഒരേ വേഗതയിൽ സിക്നിയും നീൽഗിരിയും ആ എതിരാളികൾക്ക് മുകളിലേക്ക് പാഞ്ഞു കയറുകയാണ്. അവരുടെ ആ ഫൈറ്റിന് വല്ലാത്തൊരു താളമുണ്ട്. രണ്ടുപേരും പരസ്പരം ബാക്ക് കൊടുത്തുകൊണ്ട് എതിരാളികളെ അറ്റാക്ക് ചെയ്യുകയാണ്. ഒരു കാരണവശാലും അവരെ തൊടാൻ ആർക്കും പറ്റില്ല എന്ന് വ്യക്തം. അനവധി ആളുകൾ അവിടെ വെട്ടേറ്റ് താഴെ വീണതും ഹാൻ ജോബ്സിന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ശബ്ദം കേട്ടതും സകല ആളുകളും സ്റ്റോപ്പ് ചെയ്തു. ഹാൻ ജോബ്സ് മുന്നിലേക്ക് വന്നു. അയാളുടെ ഓറ അങ്ങ് റിലീസ് ചെയ്തു. അയാളൊരു അതിശക്തനായ യോദ്ധാവാണ്. ആ ഓറ അയാൾ റിലീസ് ചെയ്തതും അമ്പരപ്പിക്കുന്ന വേഗതയിൽ അവിടെ ആളുകളുടെ മുകളിൽ ഒരു പ്രഷർ അനുഭവപ്പെടുകയാണ്. ആ പ്രഷർ ശരിക്കും ശക്തമായി ആളുകൾക്ക് അനുഭവപ്പെട്ടതും സകല ആളുകളും മുട്ടിടിച്ച് താഴേക്ക് വീണു. മുട്ടിടിച്ച് താഴെ വീഴാത്തത് മൂന്നേ ആളുകളാണ്. അതിലൊരാൾ സാക്ഷാൽ നീൽഗിരിയാണ്, രണ്ടാമത്തത് ജി സിഗ്ന, മൂന്നാമത്തത് യുഗ്രി. ആ രണ്ട് സ്ത്രീകളും നീലിന്റെ ഇടതും വലതുമായി നിൽക്കുകയാണ്. ഈ കാഴ്ച ഹാൻ ജോബ്സ് കണ്ടു. നിങ്ങളെന്താ മുട്ടുകുത്താത്തത്? ആ ചോദ്യം ഹാൻ ജോബ്സ് ചോദിച്ചതും അതിന് മറുപടി പറഞ്ഞത് ജി സിഗ്നയാണ്. ഞാൻ അങ്ങനെ ഒരാളുടെ മുന്നിലും മുട്ടുകുത്താറില്ല. മിസ്റ്റർ ഹാൻ ജോബ്സ്, താങ്കളെ ഒരുപാട് ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ ഇതുവരെയും നോക്കിക്കണ്ടിരുന്നത്. താങ്കൾ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനെതിരെ ഫൈറ്റ് ചെയ്ത വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾ കുല്ലൻ നിവാസികൾക്ക് താങ്കളെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ബഹുമാനമാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ നഷ്ടമാവുകയാണ്. നിങ്ങൾ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു പുച്ഛം തോന്നുകയാണ്. ഹാൻ ജോബ്സിനെ പോലെ അധികായനായ ഒരാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ജി സിഗ്ന ആ ഡയലോഗ് പറയുമ്പോൾ ശരിക്കും നീല് പോലും ഞെട്ടിയെന്ന് പറയാം. നീല് പോലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒന്ന് പൊതുജൊക്കെ പറയും. പക്ഷെ ജി സിഗ്ന പറയേണ്ട കാര്യം മുഖത്ത് നോക്കിക്കൊണ്ട് അതുപോലെ പറഞ്ഞിരിക്കുകയാണ്. സിഗ്നയുടെ ആ ഡയലോഗ് ആ അന്തരീക്ഷത്തിൽ ഒരു വല്ലാത്ത മാറ്റം ഉണ്ടാക്കി. മുഴുവൻ ആളുകളും വല്ലാത്തൊരു അത്ഭുതത്തോടെ ജി സിഗ്നയെ നോക്കുകയാണ്. ജി സിഗ്നയെ ഹാൻ ജോബ്സിന് അറിയാം, അല്ലെങ്കിൽ ആ പേര് അയാൾ കേട്ടിട്ടുണ്ട്. അയാള് സിഗ്നയോടായി ചോദിച്ചു, നിന്നെപ്പോലൊരു ഉറുമ്പ് എന്റെ മുന്നിൽ വാ തുറക്കുന്നു. അതിനും സിഗ്നയ്ക്ക് മറുപടി ഉണ്ട്. മിസ്റ്റർ ഹാൻ ജോബ്സ്, താങ്കളും ഒരു നാള് ഒരു ഉറുമ്പായിരുന്നു. ഉറുമ്പ് തന്നെയാണ് അവസാനം വലിയ ആനയായിട്ടൊക്കെ വളരുന്നത്. അതുകൊണ്ട് താങ്കൾക്ക് അഹങ്കാരമൊന്നും വേണ്ട. ഞാൻ ഒരാളുടെ മുന്നിലും മുട്ടുകുത്താൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വ്യക്തമാണ് സിഗ്നയുടെ ആ വാചകം. പക്ഷെ ഇവിടെ തന്റെ അധികാരത്തിന് മുകളിൽ ആ പെൺകുട്ടി കയറി ഇടപെട്ടതുപോലെ ഒരു തോന്നൽ ഹാൻ ജോബ്സിനുണ്ടായി. ഹാൻ ജോബ്സ് പെട്ടെന്ന് അയാളുടെ കൈയൊന്ന് ഉയർത്തിയിട്ട് ആ കൈ അന്തരീക്ഷത്തെ പ്രസ് ചെയ്തതും അതിശക്തമായ ഒരു കാറ്റ് പ്രകാശത്തോടൊപ്പം സിഗ്നയുടെ മുകളിലേക്ക് വന്നിടിച്ചു. സിഗ്ന തെറിച്ചു. പക്ഷേ സിഗ്ന തെറിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ എല്ലാ പ്രൊട്ടക്ഷൻ കവചങ്ങളും ആക്ടിവേറ്റ് ചെയ്തിരുന്നോണ്ട് പുറകോട്ട് തെറിച്ചെങ്കിലും അവൾ അന്തരീക്ഷത്തിൽ തലകുത്തി മറിഞ്ഞ് അവിടെ ലാൻഡ് ചെയ്തു. അവിടെയുള്ള മുഴുവൻ ആളുകളിലും വല്ലാത്തൊരു അതിശയം ഉണ്ടാക്കിയ ഒരു രംഗമാണത്. ഹാൻ ജോബ്സിന്റെ ആ അറ്റാക്കിനെ സാക്ഷാൽ സിഗ്ന തടുത്തിരിക്കുന്നു. കൊള്ളാം, നിനക്ക് എന്റെ ഒരു അറ്റാക്ക് തടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ള സ്ഥിതിക്ക് ഞാൻ ഒന്നുകൂടി നോക്കാം. അയാൾ ആ കൈയൊന്ന് ഉയർത്തപ്പോൾ തന്നെ നീലിന് കാര്യം മനസ്സിലായി. നീല് പെട്ടെന്ന് സിഗ്നയുടെ അടുത്തേക്ക് ഓടിയെത്തി. അത് കണ്ടതും സിഗ്ന നീലിനോട് പറഞ്ഞു, മിസ്റ്റർ സിന്ന, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. ഏയ് സിഗ്ന, നീ എന്നെ രക്ഷിച്ച ആളല്ലേ, ആ സ്ഥിതിക്ക് നീ അപകടത്തിൽപ്പെടുമ്പോൾ ഞാൻ എങ്ങനെയാ മാറി നിൽക്കുക? മിസ്റ്റർ സിന്നർ, അതല്ല വേണ്ടത്. ഞാൻ മിസ്റ്റർ ഹാനെ ഏതാനും നിമിഷത്തിനെ പിടിച്ചു നിർത്താം. ആ സമയം കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. അങ്ങനെ സിഗ്ന പറഞ്ഞതും നീല് സിഗ്നോട് പറഞ്ഞു, നോക്ക്, നമ്മൾ എന്തായാലും ഒരുമിച്ച് നേരിട്ടതല്ലേ, അങ്ങനെ അങ്ങ് നിന്നെ വിട്ടുകളയാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് സിന്നർഗിരിയുടെ വേഷത്തിൽ നീല് സിഗ്നയുടെ മുന്നിലേക്ക് കയറിയതും ഹാൻ ജോബ്സ് അതിശക്തമായി വായിൽ പഞ്ച് ചെയ്തതും ഒരേ നിമിഷത്തിലാണ്. അയാളുടെ ശക്തമായ ആ പഞ്ച് ഒരു വൻ തരംഗത്തോടു കൂടി അതിവേഗം പാഞ്ഞു വരികയാണ്. ശരിക്കും അയാളുടെ ഫുൾ പവർ അയാളെ പഞ്ചിലേക്ക് കൊടുത്തിട്ടില്ല, പക്ഷേ ഒരു പവർഫുൾ ഓറ അയാള് മുന്നിലേക്ക് അയച്ചു എന്ന് പറയാം. ശക്തമായ ഒരു പ്രഷർ ആ ഓറ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു പഞ്ചിന്റെ രൂപത്തിൽ നീലിനും സിഗ്നയ്ക്ക് നേരെ പാഞ്ഞു വന്നു. ഒരു വൻ സ്ഫോടനമാണ് തുടർന്ന് ആളുകൾ കേൾക്കുന്നത്. നീൽഗിരിയും സിഗ്നയും നിന്ന ഭാഗത്ത് കണ്ണം ചീക്കുന്ന ഒരു പ്രകാശ പ്രളയമുണ്ടായി. യുഗ്രിയുടെ കണ്ണ് തള്ളിപ്പോയൊരു നിമിഷം. അതുപോലെ തന്നെ സഹിർ ഖാന്റെയും. ഈ സിഗ്നയോട് എതിർപ്പുള്ള മറ്റു യോദ്ധാക്കൾ പോലും ആ നിമിഷത്തിൽ നിശ്ചലരായി പോവുകയാണ്. സിഗ്ന കുല്ലനിലെ ഏറ്റവും ശക്തിയായ യോദ്ധാവാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ. അതുപോലെ തന്നെയാണ് സിന്നർഗിരിയും. രണ്ടും ജീനിയസുകളാണ്. ആ രണ്ട് ജീനിയസുകളും ആ ഹാൻ ജോബ്സിന്റെ കൈയാൽ
ഇതാ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആ പൊടിപടലം ഒന്ന് അടങ്ങുമ്പോൾ എല്ലാവരും നീൽഗിരിയും സ്വിഗ്രിയും നിന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവരുടെയൊക്കെ മുഖത്ത് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ഒരു ഭാവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നീലിന്റെ തൊട്ട് മുന്നിലായി സ്വർണ്ണ നിറത്തിൽ ഒരു ബാരിയർ ഉണ്ടായിരിക്കുകയാണ്. സുവർണ്ണ നിറത്തിലുള്ള പ്രകാശം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ആ ബാരിയറിൽ തട്ടി സാക്ഷാൽ ഹാൻ ജോബ്സിന്റെ ആ പഞ്ച് റിഫ്ലക്ട് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് തകർന്നു പോയിരിക്കുകയാണ്. നീലിന് ചുറ്റുമുള്ള ആ കവറ് ഹാൻ ജോബ്സിനും വല്ലാത്തൊരു അതിശയം ഉണ്ടാക്കി. അയാൾ ചുറ്റും റിലീസ് ചെയ്തിരുന്ന ഓറ ആ നിമിഷം പിൻവലിച്ചു. അയാളുടെ മുഖത്ത് ശരിക്കൊരു അത്ഭുതമുണ്ട്. അയാളുടെ ആ പഞ്ചിന്റെ പവർ മറ്റാരെക്കാൾ നന്നായിട്ട് അയാൾക്ക് അറിയാം. ആ പഞ്ചിനെ ആ ചെറുപ്പക്കാരൻ തടുത്തിരിക്കുന്നു. കൊള്ളാം. എന്തായാലും അവന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. ആ രഹസ്യം എന്താണെന്ന് അറിയാൻ ഒരു താല്പര്യം ഹാൻ ഉണ്ടായതും ഹാൻ നീലിനോട് ചോദിച്ചു, ഏയ് ആരാ നീ? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് സാക്ഷാൽ ഡാനി ഹാളാണ്. സീനിയർ ഹാൻ ജോബ്സ് അവനാണ് അവിടേക്ക് രക്തം തെറിപ്പിച്ചത്. അവൻ അങ്ങയുടെ വാതിലും രക്തം തെറിപ്പിച്ചു. അങ്ങനെ ഡാനി ഹാള് പറഞ്ഞതും ഹാൻ ജോബ്സ് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അയാളുടെ ശ്രദ്ധയിൽ പൂർണ്ണമായും ആ വാതിലിൽ പറ്റിയിരിക്കുന്ന രക്തം പെടുന്നത്. വാതിൽ മാത്രമല്ല, ചുവരിലും രക്തമുണ്ട്. അയാളുടെ ആ വാതിലിന് അടുത്ത് വരെ അക്രമികൾ എത്തിയിരിക്കുകയാണ്. ആ കാഴ്ച കണ്ടതും ഹാന്റെ മുഖത്ത് ശരിക്കും ക്രോധം ഇരച്ചു കയറുകയാണ്. അയാൾ പെട്ടെന്ന് കൈയൊന്ന് ചലിപ്പിച്ചതും അന്തരീക്ഷത്തിൽ അതിശക്തമായ ഒരു അബ്സോർഷൻ പവർ ഉണ്ടായി. ആ പവർ ഡാനി ഹാളിനെ ഒരൊറ്റ വാരി. ഡാനി ഹാൾ പെട്ടെന്ന് ഹാൻ ജോബ്സിന്റെ കയ്യിലേക്ക് പെടുകയാണ്. ശരിക്കും ഒരു സക്ഷൻ ഫോഴ്സ് അയാൾ വലിച്ചെടുത്തു പറയാം. തന്നെ ഹാൻ ജോബ്സ് വലിച്ചെടുത്തു എന്ന് മനസ്സിലാക്കിയതും ഡാനി ഹാൻ ജോബ്സിനോട് പറഞ്ഞു, സീനിയർ ഹാൻ എന്നെ അവനെയാണ് വലിക്കേണ്ടത്. അങ്ങനെ ഡാനി ഹാൾ പറഞ്ഞതും ആ ഡാനി ഹാളിനെ ആളുകളുടെ മുന്നിലേക്ക് കാണിച്ചുകൊണ്ട് ഹാൻ ജോബ്സ് ഒരൊറ്റ ഞെരുക്ക്. ശരിക്കും ഒരു മുട്ട കയ്യിൽ നമ്മളിങ്ങനെ അമർത്തി പൊടിച്ച് പൊട്ടിക്കും പോലെ ഹാൻ ആ ഡാനി ഹാളിനെ ആ കയ്യിൽ ഇങ്ങനെ അമർത്തി പിടിച്ചതും അവനങ്ങ് പൊട്ടി, മുട്ട പൊട്ടുപോലെ. ആ പൊട്ടുന്ന നിമിഷത്തിലും ശരിക്കും ഡാനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് സകല ആളുകൾക്കും അപകടം മനസ്സിലായി. ഹാൻ ജോബ്സ് ശത്രുവിനെയും മിത്രത്തിനെയും ഒരുപോലെ കൊല്ലുന്ന ആളാണ്. അപകടം മണത്ത പലരും പതുക്കെ പതുക്കെ പുറകോട്ട് നീങ്ങുമ്പോൾ ഹാൻ നീലിന് നേരെ തിരിഞ്ഞു. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. അത് കേട്ടതും നീല് അടുത്ത് നിൽക്കുന്ന സിക്കിനയോടും യുവിനോടായി പറഞ്ഞു, ബാ. സിക്കിനയും യുവും നീലിന്റെ ആ ചെറിയ വാചകം കേട്ട് ശരിക്കും അമ്പരന്ന് നീലിനെ നോക്കുകയാണ്. ഒരു നിമിഷത്തെ നിശബ്ദയ്ക്ക് ശേഷം സിക്കിന നീലിനോട് പറഞ്ഞു, മിസ്റ്റർ സിന്ന, അത് അപകടമല്ലേ? സാരമില്ല, വാ, ഞാനല്ലേ വിളിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നീൽഗിരി മുന്നോട്ട് നടക്കുമ്പോൾ സിക്കിന നീലിന്റെ തൊട്ടുപുറകെ നടക്കുകയാണ്. നീലിന്റെ തൊട്ടുപുറകെ അവൾ നടക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വ ബോധം ഫീൽ ചെയ്യാണ്. ആ സുരക്ഷിതത്വ ബോധം നേരത്തെ സിന്നർ അവളുടെ മുന്നിൽ കയറി നിന്ന് ഹാൻ ജോബ്സിന്റെ ആ പഞ്ച് തടുത്തപ്പോഴും അവൾക്ക് തോന്നിയിരുന്നു ഒരു സുരക്ഷിതത്വം. അതിനൊപ്പം ഒരു കാര്യം കൂടി അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഫെമിലിയാരിറ്റി. വളരെ വളരെ അടുപ്പമുള്ള ആരോ ഒരാളുടെ സാന്നിധ്യമാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും ആ വീട്ടിലേക്ക് നടക്കുമ്പോഴും അവൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ നിമിഷത്തിൽ ശരിക്കും അവിടെ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ വല്ലാത്തൊരു അതിശയത്തോടെ നീലിനെയും ആ പെണ്ണുങ്ങളെയും നോക്കിയാണ്. ഹാൻ ജോബ്സിന്റെ അടുത്തേക്ക് നടന്നു ചെന്നാൽ സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഹാൻ ജോബ്സ് ആ മൂവര് തല്ലിക്കൊല്ലും. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹാന്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മിത്രത്തെയും ശത്രുവിനെയും ഒരേപോലെ കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് ഹാൻ. അയാളുടെ സ്വഭാവത്തിൽ ആ മാറ്റം ഉണ്ടാകുന്നത് ആ യുദ്ധത്തിന് ശേഷമാണ്. നീല് സിഗ്നയ്ക്കും യുഗ്രിക്കൊപ്പം നടന്ന് ആ പൂമുഖത്തേക്ക് അടക്കുകയാണ്. ആ പൂമുഖത്ത് ഇപ്പോ സാക്ഷാൽ ഹാൻ ജോബ്സും ആ മധ്യവയസ്കനുമുണ്ട്. അവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുമ്പോൾ നീൽഗിരി കൂളായി നടന്ന് ഹാൻ ജോബ്സിനെ മറികടന്ന് ആ പ്രധാന വാതിലിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഹാൻ ജോബ്സിനെ മൈൻഡ് ചെയ്യാതെയാണ് നീൽ നടക്കുന്നത്. നീലിന്റെ തൊട്ടുപുറകെ സിഗ്നയും അതുപോലെ യുഗ്രിയും കടന്നു. അവർ മൂന്നുപേര് ആ പ്രധാന വാതിൽ വഴി അകത്തേക്ക് കടന്നപ്പോഴാണ് ശരിക്കും ഹാൻ ജോബ്സ് ആ കാര്യം മനസ്സിലാക്കുന്നത് തന്നെ. അയാൾ ഒരിക്കലും കരുതിയിരുന്നില്ല അയാളെ മറികടന്ന് നീൽഗിരി അകത്തേക്ക് കടന്നു പോകുന്നു. ദേഷ്യത്തോടെ അയാൾ നീലോട് ചോദിച്ചു, ആരോട് ചോദിച്ചെത്താ എന്റെ വീട്ടകത്തേക്ക് കടന്നത്? അങ്ങനെ അയാൾ ചോദിക്കുമ്പോൾ നീല് അകത്തെ ആ ഹാളിൽ പെട്ടെന്ന് അങ്ങ് നിന്നു. തിരിഞ്ഞു നോക്കാതെ നീല് ഉറക്കെ പറഞ്ഞു, ഈ ആകാശം വളരെ വിശാലമാണ്, അതുപോലെ തന്നെയാണ് ഭൂമി. ആകാശവും ഭൂമിയും ഇങ്ങനെ പരന്നു കിടക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെയാണ്. എല്ലായിടത്തും സൂര്യനും ചന്ദ്രനുമുണ്ട്. ഈ ആകാശവും ഈ ഭൂമിയും ഈ സൂര്യനും ഈ ചന്ദ്രനും ഇതൊന്നും എന്റെ വിധിയെ ബാധിക്കത്തില്ല. ഇവയൊന്നും എന്നെ വിധിക്കാൻ പര്യാപ്തവുമല്ല. ഞാനാണ് വിധികർത്താവ്. നീൽഗിരിയുടെ വളരെ മുഴക്കമുള്ള ആ വാചകം അവിടെ എങ്ങനെ ഉയർന്നു കേട്ടപ്പോൾ ഹാൻ ജോബ്സിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവം. ശരിക്കും അയാളുടെ മുഖത്ത് ഭാവങ്ങൾ മാറി മറിയുന്നത് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. എല്ലാവരും അകത്ത് നിന്ന് ഉറക്കെ എന്തൊക്കെയോ പറയുന്ന നീൽഗിരിയെ തന്നെ അങ്ങനെ നോക്കുകയാണ്. അവരുടെ കണ്ണിൽ സാക്ഷാൽ സിന്നർഗിരിയാണ് അകത്തുള്ളത്. ആ നിമിഷത്തിൽ
ഹാൻ ജോബ്സ് പെട്ടെന്ന് അകത്തേക്ക് ഓടിയെത്തി. അയാൾ നീലിന്റെ മുന്നിലേക്ക് വന്ന് നീലിനോടായി പറഞ്ഞു, മിസ്റ്റർ ഗ്രീ ദയവായി ക്ഷമിക്കണം. മിസ്റ്റർ ഗ്രീ ദയവായി ക്ഷമിക്കണം എന്ന വാചകം പറഞ്ഞത് സാക്ഷാൽ ഹാൻ ജോബ്സ് ആണ്. ഹാൻ ജോബ്സ് ആ വാചകം പറയുമ്പോൾ അയാളുടെ തൊട്ടടുത്ത് സാക്ഷാൽ ജി സ്യുക്നിയുമുണ്ട്, അതുപോലെ യുഗ്രിയുമുണ്ട്. ആ വാതിലിന്റെ തൊട്ടടുത്തായി ആ മധ്യവയസ്കരും ആ പ്രധാന പൂമുഖത്തിന് അപ്പുറവും ഇപ്പുറവുമായി ഒരുപാട് ആളുകളുമുണ്ട്. നീലിനെ ഹാൻഗ്രി ഒറ്റയടിക്ക് കൊല്ലുന്ന ആ രംഗം കാണാനായി കാത്തുനിന്ന ആളുകൾ കാണുന്നത് മിസ്റ്റർ ഗ്രീ എന്ന് ബഹുമാനപൂർവ്വം ഹാൻ ജോബ്സ് സംബോധന ചെയ്യുന്നതാണ്. ശരിക്കും നീലിന്റെ ആ വാചകം നീല് പറഞ്ഞത് ഷൂ ലിനേക്കർ പറഞ്ഞത് കേട്ടാണ്. നീലിനെ അകത്തേക്ക് വരാൻ ഹാൻ ജോബ്സ് ഇൻവൈറ്റ് ചെയ്ത നിമിഷത്തിൽ ഷൂ ലിനേക്കർ നീലിനോട് ആ വാചകം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ വാചകം ബൈഹാർട്ട് ചെയ്ത നീല് അതുപോലെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു. പക്ഷെ ആ വാചകം നേരത്തെ സഖൽ ഹാൻ ജോബ്സ് കേട്ടിട്ടുണ്ട്. ആ വാചകം പറഞ്ഞ ആളെയും ആ വാചകം പറഞ്ഞ ആ നിമിഷത്തെയും ഹാൻ ജോബ്സിന് അങ്ങനെ മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹാൻ ജോബ്സ് അവിടെ ആ നീൽഗിരിയുടെ മുന്നിലെത്തി ആ രീതിയിൽ സംബോധന ചെയ്തത്. കഥയുടെ ഈ ഭാഗം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ യങ് മാസ്റ്ററിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് ദ സ്റ്റോറി ടെല്ലർ ചാനലിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.